നമസ്കാരം. തൃശ്ശൂരിൽ വോട്ട് ചോർന്നത് കണക്കുകൾ വെച്ച് പരിശോധിക്കുന്നതിന് പകരം കായികമായി പരിശോധിക്കുകയാണോ കോൺഗ്രസ്? തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്കാണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് പക്ഷേ തൃശ്ശൂരിലെ മുരളീധരൻ്റെ ദയനീയ തോൽവി DCCയുടെ തലയിൽ വെച്ചുകെട്ടി ഒഴിയാൻ മോഹമുണ്ടോ? തൃശ്ശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം കോൺഗ്രസ് നേതൃത്വത്തിനോ? അത് ചർച്ചയാകാതിരിക്കാൻ കലാപം ഉണ്ടാക്കുന്നത് VD സതീശൻ പക്ഷമോ? DCC പ്രസിഡന്റിനെയും ഓഫീസ് സെക്രട്ടറിയെയും തമ്മിൽ തല്ലിച്ച് കരുണാകരൻ്റെ പേരിലെ സപ്തതി മന്ദിരത്തിൽ ചോര വീഴ്ത്തിയവർ കരുണാകരൻ്റെ മകനെയും തെരഞ്ഞെടുപ്പിൽ കുരുതി കൊടുക്കുകയായിരുന്നു. പത്മജ വേണുഗോപാൽ പറഞ്ഞത് കേൾക്കാത്തതിൽ മുരളീധരന് ഇപ്പോൾ മനസ്താപമുണ്ടോ? പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന ശേഷം തൃശ്ശൂരിലെയും ആലത്തൂരിലെയും തിരുവനന്തപുരത്തെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പറഞ്ഞ പരാതികൾക്ക് KPCC വേണ്ട ഗൗരവം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? സുധാകരനും സതീശനും തമ്മിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തുടങ്ങിയ കലാപം ഇപ്പോഴും തുടരുകയാണോ? ആറ്റിങ്ങലും മാവേലിക്കരയിലും ജയിച്ചെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് പരാതികൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ തൽക്കാലം വെടിനിർത്തിയെങ്കിലും പരാതി പോക്കറ്റിലിട്ട് നടക്കുകയാണ്. കോൺഗ്രസിൽ തൃശ്ശൂരിൽ തുടങ്ങിയ പൂരം കുടമാറ്റം കൊണ്ട് അവസാനിക്കില്ലേ? വെടിക്കെട്ട് കാണാൻ പോകുന്നതേയുള്ളൂ. ന്യൂസ് ചർച്ച ചെയ്യുന്നു. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ റെജി ലൂക്കോസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ A. സജീവൻ എന്നിവർ. ഏറ്റവും ആദ്യം N. ശ്രീകുമാർ, താങ്കളിലേക്കാണ്. ഈ കോൺഗ്രസിൽ തൃശ്ശൂർ പൂരം എന്ന ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ താങ്കൾ എന്നോടൊരു കാര്യം ഓർമ്മിപ്പിച്ചു. ഈ പൂരം എന്ന് പറഞ്ഞാൽ നല്ല കാര്യം എന്നാണ് എന്ന്. കോൺഗ്രസിൽ നടക്കുന്നത് നല്ല കാര്യമാണ് എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അതോ മുരളീധരൻ്റെ പക്ഷത്തുള്ളവരെ തല്ലിച്ചതച്ച ഈ സതീശൻ പക്ഷത്തിൻ്റെ ഈ സെലിബ്രേഷൻ അത് അത്തരം നല്ല കാര്യങ്ങൾ നടക്കുന്നു എന്നാണോ? എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? നോക്കൂ ഡോക്ടർ ലാൽ, തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അത് വർണ്ണവാദ്യ വിശേഷങ്ങളും അതുപോലെ നിറച്ചാർത്തും ഒക്കെയുള്ളതാണ്. ആസ്വാദനമാണ് തൃശ്ശൂർ പൂരം. ഒരുപാട് പേർ അതിൽ പങ്കാളികളാകുന്നതാണ്. അതിൽ പഴയ കാലത്ത് ഗംഭീര വെടിക്കെട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ വെടിക്കെട്ടില്ല. ഇപ്പോൾ വെടിക്കെട്ട് എന്ന് പറയുന്നത് തീരെ ദുർബലമായ വെടിക്കെട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് ഇപ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കാറുമില്ല. അഥവാ വെടിക്കെട്ടുണ്ടെങ്കിൽ തന്നെ സാധാരണ നമ്മുടെ ഓലപ്പടക്കത്തിൻ്റെ ശബ്ദത്തിലും ഒക്കെ ആയിട്ടങ്ങ് അവസാനിക്കും. ഈ പഴയ കാലത്തെ പോലെയുള്ള ഗംഭീരമായ അമുട്ടോ അല്ലെങ്കിൽ ഗുണ്ടോ ഇതൊന്നും അങ്ങനെ പൊട്ടാറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ തൃശ്ശൂർ പൂരം, കോൺഗ്രസിലെ തൃശ്ശൂർ പൂരം എന്ന് വിചാരിച്ചാൽ അത് കോൺഗ്രസിൻ്റെ ആഹ്ലാദത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് എൻ്റെ അർത്ഥം. അതായത് ഈ ടൈറ്റിലൂടെ ചേരില്ല. കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന വലിയ ബോംബിങ്ങും വലിയ രീതിയിലുള്ള എന്തൊക്കെയോ ആക്രമണങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഈ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തൃശ്ശൂർ പൂരം വെച്ച് നോക്കുമ്പോൾ ഈ ടൈറ്റിൽ ഇവിടെ യോജിക്കില്ല. അതിനേക്കാൾ വലുതാണ് കോൺഗ്രസിലെ പ്രശ്നം. അതാണ് താങ്കൾ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഓലപ്പടക്കം എന്നാണ്. അത് കേട്ടില്ലേ? ഞാൻ പറഞ്ഞത് ശക്തിയുള്ള ഗുണ്ടോ കുഴിമിന്നലോ അമിട്ടോ ഒന്നുമല്ല, ഓലപ്പടക്കങ്ങളെന്നാണ് ഞാൻ പറഞ്ഞത്. ഓലപ്പടക്കത്തിൻ്റെ ശബ്ദം എത്രത്തോളം ഉണ്ടെന്നുള്ള ഞാൻ ലാലിനോട് പറയേണ്ട കാര്യമില്ലല്ലോ. മറ്റുള്ളൊക്കെ തൃശ്ശൂർ പൂരം തന്നെ കോൺഗ്രസിലെ കുടമാറ്റമൊക്കെ എല്ലായിടത്തും 18 സ്ഥലങ്ങളിലെ കൂടെ ഉണ്ടല്ലോ. കേരളത്തിൽ 18 സ്ഥലങ്ങളിൽ കുടമാറിയല്ലോ. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആലവട്ട ചാമരങ്ങളോട് അദ്ദേഹത്തെ ആനയിക്കുകയല്ലേ CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പൂരത്തിൻ്റെ തൃശ്ശൂരിൽ ഇന്നലെ ഇപ്പോൾ നടന്ന ഈ കുടമാറ്റം കൊണ്ട് അവിടുത്തെ ഓഫീസ് സെക്രട്ടറി മുരളീധര പക്ഷത്തെ അനുഭാവിയാണ്. താങ്കൾക്കും അറിയാമായിരിക്കും അദ്ദേഹത്തെ, സജീവൻ കുരിയച്ചിറ. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ്. അല്ല, തൃശ്ശൂർ കുടമാറ്റം നടന്നിട്ടില്ല. കാരണം വെച്ചാൽ തൃശ്ശൂർ തോറ്റുപോയല്ലോ മുരളീധരൻ. അപ്പോൾ അതുകൊണ്ട് അവിടെ കുടമാറ്റമില്ല. ബാക്കി 18 സ്ഥലത്തേ ഉള്ളൂ കുടകൾ ഉയർന്നു താഴ്ന്നത്. അത് ഭരണക്കുടകളാണ്. തൃശ്ശൂരിലെ കുടമാറ്റം നടന്നില്ല. കാരണം മുരളീധരൻ പരാജയപ്പെട്ടുപോയി. പിന്നെ ഓഫീസ് സെക്രട്ടറി അല്ല സജീവൻ കുരിയച്ചിറ. അത് ഞാൻ നിങ്ങൾക്ക് തന്നെ ഞാൻ പറഞ്ഞുതരാം. അത് DCC സെക്രട്ടറിയാണ്.
ഓഫീസ് സെക്രട്ടറിക്കൊന്നും മർദ്ദനം ഏറ്റിട്ടില്ല, ഓഫീസ് സെക്രട്ടറിക്ക് മർദ്ദനം ഏറ്റിട്ടില്ല. അവിടെ പരസ്പരം ആളുകൾ തമ്മിലടിച്ചു, വളരെ മോശമായി പോയി. അത് പാർട്ടി ആ കാര്യം നോക്കുന്നുണ്ട്, അവരെന്താ അതിൽ തീരുമാനം എടുക്കുന്നതെന്നുള്ള കാത്തിരുന്ന് കാണാം. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രത്യേകിച്ച് തീരുമാനം എടുക്കാനൊന്നുമില്ല. കാരണം 3-ാം സ്ഥാനത്തേക്ക് അവരുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി പരാജയപ്പെടുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്നൊരു വൈകാരിക ഒരു വിക്ഷുബ്ധത, അതിൻ്റെ ഭാഗമാണത്. അത് അങ്ങനെ കണ്ടാൽ മതി. അതിലിപ്പോൾ പ്രത്യേകിച്ച് ആർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അല്ല, ഈ 3-ാം സ്ഥാനത്തേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് എന്നുള്ളതായിരിക്കാം അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. വെറുതെ അങ്ങനെ 3-ാം സ്ഥാനത്ത് എത്തിയത് കൊണ്ട് ഒരു വികാര വിക്ഷോഭം ഉണ്ടായി അങ്ങനെ പെരുമാറാൻ മാത്രം ഒരു എന്തെങ്കിലും സമനില തെറ്റിയ ആളുകളൊന്നും അല്ലല്ലോ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഉത്തരവാദിത്തപ്പെട്ടവരും മുരളീധരൻ്റെ കൂടെയുള്ളവരും ഒക്കെ. അവിടെ എന്തുകൊണ്ട് മുരളീധരൻ തോറ്റു എന്നവർ ആലോചിക്കുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ നടന്നതുപോലത്തെ പ്രവർത്തനം അവിടെ നടന്നിട്ടില്ല. ആരോ ചതിച്ചു, നേതൃത്വം ഉൾപ്പെടെ വടകരയിൽ നിന്ന് മുരളീധരനെ വിളിച്ചുകൊണ്ട് വന്ന് തൃശ്ശൂർ നിർത്തി ചതിച്ചു എന്നൊരു ഫീലിംഗ് അവർക്കുണ്ട്. അതുകൊണ്ടല്ലേ? അല്ല, അവർക്കിടയിൽ അങ്ങനെ ഉണ്ടായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ചതിച്ചിട്ടാണോ അവരുടെ മനസ്സിലെന്നുള്ളതൊക്കെ നമുക്ക് അവർ മറ്റേ ഇന്നലെ തന്നെ അവരെന്താണ് സാധാരണ ഇതിൽ പറയുക ചെയ്തത്, തമ്മിലടിക്കുക ചെയ്തത്. തമ്മിലടിച്ചത് ചാനലുകാരെയൊക്കെ വിളിച്ച് വരുത്തിയിട്ടാണ് അവരടിച്ചത്. അത് ഷോ ആയിട്ട് തന്നെയാണ് കാണിച്ചത്. അപ്പോൾ അവരത് ആസ്വദിച്ചു, ആസ്വദിച്ചു. അതാണ് നിൽക്കട്ടെ, അതിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. ഞാൻ പറഞ്ഞത് CPM ഇങ്ങനെ തോന്നുന്നില്ല. കാരണം അവർ കേരളത്തിൽ ഒരു സ്ഥലത്ത് മാത്രമേ ജയിച്ചുള്ളൂ. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ആ ഒരു ഇത് വരില്ല, ഒരു സങ്കടം വരില്ല. കാരണം നേരത്തെ കോൺഗ്രസ് 18 ജയിക്കുകയും പ്രിയപ്പെട്ട അവരുടെ ഏറ്റവും പ്രമുഖനായ നേതാവ് മുൻ KPCC പ്രസിഡന്റൊക്കെ മുരളീധരൻ തൃശ്ശൂർ തോൽക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്നൊരു സങ്കടം വളരെ വിപുലമാണ്. അതാണ് അവിടെ കണ്ടത്. ഞാൻ അത് ഒട്ടും മാത്രമാണോ അവിടെ BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു വലിയ വെല്ലുവിളി പോലെ കോൺഗ്രസിന്റെ ഒരു പ്രത്യേക പ്രോജക്റ്റ് പോലെ തൃശ്ശൂരിലേക്ക് വന്നതാണ് മുരളീധരൻ. ആ മുരളീധരനെയാണ് നേതൃത്വം വിളിച്ചു വരുത്തി സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് VD സതീശനും KPCC പ്രസിഡന്റും ഒക്കെ ആണല്ലോ. VD സതീശനാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള ആൾ എന്ന് അദ്ദേഹം തന്നെ സ്വയം അവകാശപ്പെടുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം കൊണ്ടുവന്ന് അവിടെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നേതൃത്വത്തിൽ ഇന്ന് തന്നെ മുരളീധരൻ പറഞ്ഞ പരാതി എന്താണ്? DK ശിവകുമാർ ഒഴിച്ച് വലിയ നേതാക്കൾ ആരും തന്നെ അവിടെ വന്നിട്ടില്ല എന്നൊക്കെയാണ്. അങ്ങനെ ഒഴിവാക്കിയ ഒരു മണ്ഡലമായി തൃശ്ശൂർ മാറിയതൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടാകും. ഡോക്ടർ നിങ്ങൾ നോക്കൂ, മുരളീധരൻ തോറ്റതിൽ എല്ലാവർക്കും വിഷമമുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്ക് വിഷമമുണ്ട്, അണികൾക്ക് വിഷമമുണ്ട്. അതിൽ ചിലർക്ക് ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ വന്നു, അവർ തല്ലി. അതൊക്കെ ആ തല്ലൽ മാത്രമേ ഉള്ളതിൽ പ്രശ്നമായിട്ടുള്ളത്. പക്ഷേ ഇത് നിങ്ങൾ നോക്കൂ, മുരളീധരൻ വളരെ പക്വതയോടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി തമ്മിലടിക്കാൻ പാടില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, നമുക്കവിടെ ജയിക്കണം, പ്രവർത്തകർക്ക് അംഗീകാരം കിട്ടുന്ന ഏക തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അവിടെ ഞാൻ പ്രചരണത്തിനിറങ്ങും, ഇതിൽ ആർക്കും ഉത്തരവാദിത്തമില്ല, ആരും എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയിട്ടില്ല. ഇതെല്ലാം മുരളീന്ന് മുരളീധരൻ നമുക്കൊക്കെ അറിയാലോ. മുരളീധരൻ പണ്ടേ പറയുമ്പോൾ അദ്ദേഹം കരുണാകരന്റെ ഒരു സ്റ്റൈൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയുമ്പോൾ അതിനകത്ത് പല രീതിയിലാണ് ആ അമ്പുകൾ പോവുക. ഇപ്പോൾ ഇന്ന് തന്നെ സുധാകരനെതിരെ നടപടിയൊന്നും വേണ്ട, സുധാകരൻ KPCC അധ്യക്ഷനായി തന്നെ തുടരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. VD സതീശൻ്റെ കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള VD സതീശൻ്റെ കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യങ്ങൾ പഠിക്കണം, പരിശോധിക്കണം എന്നൊക്കെ മുരളീധരൻ പറയുന്നുമുണ്ട്. VD സതീശനായിരുന്നില്ല തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല. കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് KPCC നേതൃത്വത്തിനാണ്. അല്ല, ഞാൻ പറയട്ടെ, KPCC പ്രസിഡൻ്റായിരുന്ന സുധാകരൻ സ്ഥാനാർത്ഥിയായപ്പോൾ ആക്ടിംഗ് പ്രസിഡൻ്റായിരുന്ന MM ഹസനായിരുന്നു ചുമതല. അങ്ങനെ MM ഹസനും അതുപോലെ തന്നെ നമ്മളുടെ രമേശ് ചെന്നിത്തലയും അതുപോലെ VD സതീശനും എല്ലാവരും കൂടെ ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലം 20 സീറ്റിൽ 18 സീറ്റ് UDFനാണ്. ഒരു സീറ്റല്ല. തൃശ്ശൂരിലെ സിറ്റിംഗ് MP ആയിരുന്ന സിറ്റിംഗ് സീറ്റാണ് നിങ്ങളുടേത്. ഇപ്പോൾ ആ സീറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം ജയിച്ച 18-ൽ 2 പേർക്ക് കൂടി പരാതിയുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാവുന്നത്. ഒന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ തന്നെ പരാതി പറഞ്ഞതാണ് റിസൾട്ട് വരുന്നതിന് മുമ്പ്. ശശി തരൂർ പാലോട് രവിയെക്കുറിച്ച്, തിരുവനന്തപുരം DCC അധ്യക്ഷനെക്കുറിച്ച് പുതിയ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ മാവേലിക്കരയിലും ആലത്തൂർ നേരത്തെ പരാതിയുണ്ട്, മാവേലിക്കരയിലും പരാതിയുണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ വോട്ട് കുറഞ്ഞ് അവിടെ ജയിച്ചെങ്കിലും. അപ്പോൾ ഈ 18ഉം ഒരുപോലെയാണെന്ന് പറയരുത്.
ലാല, ഞാൻ അതല്ല പറഞ്ഞേ. നമ്മൾ ഈ കൈരളി കേൾക്കുന്ന 10,000-കണക്കിന് പ്രേക്ഷകരുണ്ട്. അവരിൽ ഭൂരിഭാഗവും ചിലപ്പോൾ CPM-ൻ്റെ അനുഭാവികളുമുണ്ട്. അവരുടെ മുമ്പിൽ അവർക്ക് ഒരു സീറ്റ്, ആലത്തൂരിലത്തെ സീറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി 18 സീറ്റ് കോൺഗ്രസ് ജയിച്ച ആ കോൺഗ്രസ് എന്തെങ്കിലും ആലത്തൂർ ആണുള്ളത് പകരം, അതൊരു പുതുമയുള്ള കാര്യമല്ലല്ലോ. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം CPM-നെ ഏറ്റ തിരിച്ചടിയല്ല. അല്ലെങ്കിൽ നമ്മുടെ മാർ കൂർലോസ് തിരുവേരിയെ പോലുള്ളവരൊക്കെ അഭിപ്രായം പറഞ്ഞപ്പോൾ വിവരദോഷി എന്ന് മുഖ്യമന്ത്രി പറയില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ മുഖ്യമന്ത്രിക്ക് അത്രയും ഒരു അവിവേകത്തോടുകൂടി പറയേണ്ടി വന്നാൽ, അരിശം വന്നാൽ അവിവേകം എന്നാണല്ലോ പറയുക. അങ്ങനെ പറയേണ്ടി വന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. അതായത് 18 ലോക്സഭാ മണ്ഡലങ്ങളിൽ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കോൺഗ്രസ്സിലെ മാവേലിക്കരയായാലും തിരുവനന്തപുരമായാലും ആറ്റിങ്ങലാണെങ്കിലും പരാതി വരും. കാരണം അവിടെ വോട്ടുകൾ കുറഞ്ഞു. ആ വോട്ടുകൾ കുറഞ്ഞത് സ്ഥാനാർത്ഥികൾ പരാതി ഉന്നയിക്കും, പരാതി പാർട്ടി പരിശോധിക്കുമായിരിക്കും. അതിന് നടപടി എന്ന് വെച്ചാൽ എന്താണ്? സാധാരണത്തിൽ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അങ്ങനെ നടപടി എടുക്കാനൊന്നും പറ്റില്ല. കാരണം CPM-ന് പോലും പറ്റുന്നില്ല. അതുകൊണ്ട് നടപടിയൊന്നും ആ രീതിയിൽ പോയില്ല. പക്ഷേ എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞെന്ന് പരിശോധിക്കും. തൃശ്ശൂരിൽ വോട്ട് കുറഞ്ഞതിനെക്കുറിച്ച് ആരും പഠിക്കാൻ പോകണ്ട, പരിശോധിക്കാനും പോകണ്ട. കാരണം സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെതായ രീതിയിലൊരു പ്രചാരണം കഴിഞ്ഞ 3 വർഷമായിട്ട് സംഘടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റ് പിന്തുണയുണ്ടായിരുന്നു, വ്യവസായികളെ, വ്യാപാരികളെ, സമൂഹത്തിലെ ഉന്നത ശ്രേണികളുള്ളവരുടെ പിന്തുണ, ഒരുപാട് ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ പിന്തുണ ഒക്കെ ഉണ്ടായിരുന്നു. പാർട്ടി നേതൃത്വത്തിലുപരി അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രവർത്തന ശൈലി രൂപപ്പെടുത്തിയിരുന്നു. കോൺഗ്രസിന്റെ സഹയാത്രികനായി കോൺഗ്രസിനെ കുറിച്ച് പറയുകയാണോ അതോ സുരേഷ് ഗോപിയുടെ മേന്മയാണോ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മുരളീധരനെ സഹായിക്കാനാണോ താങ്കൾ ഈ പറയുന്നത്? ഈ കാര്യങ്ങൾ പഠിക്കേണ്ടത് പോലുമില്ല. അവിടെ സിറ്റിംഗ് MP ആയിരുന്ന TN പ്രതാപൻ, അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റ്, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടത് ഒരു വലിയ കാര്യമല്ല. അത് 3ാം സ്ഥാനത്തേക്കായത് ഒരു വലിയ കാര്യമല്ല. സുരേഷ് ഗോപിയുടെ മഹത്വം കൊണ്ട് അതങ്ങ് ജയിച്ചു പോയി. അതുകൊണ്ട് ഇതിൽ പഠിക്കേണ്ടത് ഒന്നും തന്നെയില്ല. മുരളീധരൻ പറയുന്നത് പോലെ അല്ല എന്ന് താങ്കൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസിനെ സഹായിക്കാനാണോ? VD സതീശനെ സഹായിക്കാനാണോ? VD സതീശൻ പക്ഷത്തുള്ളവർക്ക് അവിടെ DCC ഓഫീസിൽ കയറി എന്ത് തോന്നിയാസവും കാണിച്ച് അവിടെയുള്ള മുരളീധര പക്ഷക്കാരെ അടിച്ച് ഓടിക്കാം എന്നാണോ താങ്കൾ അതിനെ ശരിവെക്കുകയാണോ? ഡോക്ടർ ലാലേ, ഞാൻ അടിസ്ഥാനപരമായിട്ട് ഒരു പത്രപ്രവർത്തകനാണ്. ഇവിടേക്കിടെ സജീവനും ഞാനൊക്കെ ഒരുമിച്ച് പത്രപ്രവർത്തനം തുടങ്ങിയതാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പത്രപ്രവർത്തകർക്ക് ഒരു നിരീക്ഷണം എപ്പോഴും സ്വതന്ത്രമായിട്ടുണ്ടാകും. ആ നിരീക്ഷണം ഇവിടെ CPM പഠിക്കാൻ പോകണ്ട. CPM പഠിക്കാൻ പോയാൽ ഒന്നും കിട്ടില്ല. കാരണം ഇതിൻ്റെ കാര്യങ്ങൾ ഈ തൃശ്ശൂർക്കാർക്ക് അറിയാം. ഇതെന്താണ് സുരേഷ് ഗോപി എങ്ങനെയാണ് ജയിച്ചെന്നുള്ളത്. സുരേഷ് ഗോപിയുടെ ആ ഒരു പ്രചരണ തന്ത്രം 3 വർഷമായിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പോലും കണ്ടെത്താൻ പറ്റിയില്ല. എന്നിട്ടാണോ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു സംവിധാനമൊന്നും ഇല്ലാത്ത കോൺഗ്രസിനെ പറ്റുന്നത്? ഇവിടെ അത് പഠിക്കാൻ പോകണ്ട, പഠിച്ചിട്ട് കാര്യവുമില്ല, പഠിക്കാനോട്ട് ആരും മെനക്കെടേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. എന്തുകൊണ്ട് തൃശ്ശൂരിൽ മുരളീധരൻ 3ാം സ്ഥാനത്തായി എന്നുള്ളതിനെക്കുറിച്ച് സംഘടനാപരമായ ദൗർബല്യമുണ്ടോ? അത് കോൺഗ്രസ് പരിശോധിക്കും. മറ്റേത് വോട്ട് കിട്ടിയതിനെ കുറിച്ച് ആരും പഠിക്കാൻ പോകേണ്ട കാര്യമില്ല. അത് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ്, ഇത്തരത്തിലൊരു പഠനം വേണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങയിലേക്ക് വരാം. നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാധ്യമ പ്രവർത്തകർ തന്നെയാണ്. അക്കാര്യത്തിൽ ശ്രീകുമാറിൽ നിന്ന് വ്യത്യസ്തനായ ഒരു മാധ്യമപ്രവർത്തകനാണ് ശ്രീ സജീവൻ എന്നുള്ളത് കൊണ്ട് ഞാൻ ശ്രീ സജീവനിലേക്ക് ആണ് ഈ ഘട്ടത്തിൽ പോകുന്നത്. ശ്രീ സജീവൻ, ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ പഠിക്കേണ്ടതേ ഇല്ല. അത് അദ്ദേഹം അവസാനം തിരുത്തി. അവിടെ വോട്ട് കുറഞ്ഞത് പഠിക്കേണ്ടതില്ല, എന്നാൽ മൂന്നാമതായത് എന്തുകൊണ്ടാണ് എന്ന് പഠിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് തൃശ്ശൂരിലെ കാഴ്ചകൾ കാണുമ്പോൾ താങ്കൾക്ക് തോന്നുന്നത്? വോട്ട് കുറഞ്ഞത് കൊണ്ടാണല്ലോ മുരളീധരൻ അവിടെ 3ാം സ്ഥാനത്ത് പോയത്. അപ്പൊ വോട്ട് കുറഞ്ഞത് ഒരു സിനിമാ താരം മത്സരിച്ചുകൊണ്ട് വോട്ട് കുറഞ്ഞു, അതുകൊണ്ട് അത് പഠിക്കേണ്ടതില്ല എന്നാണ്. സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടായ തല്ല് അനാവശ്യമായ തല്ലാണല്ലോ. അവിടെ തല്ലുണ്ടാക്കിയത്, അവിടെ തല്ലി എന്ന് പറയുന്നത് DCC സെക്രട്ടറിയെ തല്ലി എന്ന് പറയുന്നത് DCC പ്രസിഡന്റാണ്. ഇന്നിപ്പം പോലീസ് കേസെടുത്ത DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ DCC സെക്രട്ടറി സജീവൻ മുരളീധരന്റെ സ്വന്തം ആളാണ്. അപ്പൊ DCC സെക്രട്ടറിയെ തല്ലുക എന്ന് പറയാൻ മുരളീധരന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മുരളീധരനെ തോൽപ്പിച്ചതിനെതിരെ ആരോപണം ഉന്നയിച്ച് അവിടെ കുറച്ച് ദിവസമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അത് അങ്ങനെ ഉന്നയിച്ച ആളെ തല്ലുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ആരോപണവും ഉന്നയിക്കേണ്ട. അപ്പൊ ശ്രീകുമാർ പറഞ്ഞ പോലെ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം തോറ്റത് തോറ്റു.
അത് പെട്ടിയിൽ വെച്ചിരുന്നാൽ മതി എന്ന രീതിയിൽ ബഹളം ഉണ്ടാക്കിയാൽ അടി കിട്ടുമെന്നാണ് ഇപ്പൊ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യത്തിൽ അതാണ്. ഇപ്പൊ 18 സീറ്റിലും UDF ജയിച്ചു, ശരിയാണ്. 18 സീറ്റിലും ജയിച്ചപ്പോ തിരുവനന്തപുരമാണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും ഒക്കെ വളരെ കുറഞ്ഞ വ്യത്യാസം മാത്രമാണുള്ളൂ. ഇപ്പൊ തിരുവനന്തപുരത്ത് ജയിച്ചുപോയി, അതേപോലെ ആറ്റിങ്ങൽ ജയിച്ചുപോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇവിടെ തോറ്റു, ആലത്തൂരിൽ തോറ്റു. ആലത്തൂരിൽ തോറ്റിട്ട് അവിടെ തോറ്റതിന്റെ പേരിൽ അവിടെയുള്ള കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലിയിട്ടില്ല. ആ കഴിഞ്ഞ തവണ 2019 ഇതേപോലെ ഒരു തോൽവി ഉണ്ടായിരുന്നു. ഇപ്പൊ മുരളീധരനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളൊക്കെ പറയുന്ന പോലെ തോൽപ്പിച്ചതാണ്. ഇന്ന് മുരളീധരൻ പറഞ്ഞതാണ്. ഇത് DCC മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മൊത്തമായിട്ട് സംഘടനാ പ്രശ്നമാണല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് തോൽവി സുരേഷ് ഗോപിയുടെ ഈ പ്രതാപം കൊണ്ട്, അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ഉണ്ടായതല്ല എന്നാണ് ഇന്നും മുരളീധരന്റെ ആദ്യത്തെ ദിവസം അദ്ദേഹത്തിന്റെ പ്രതികരണം, രണ്ടാമത്തെ ദിവസത്തെ പ്രതികരണം, ഇന്ന് അദ്ദേഹം പ്രതികരിച്ചു അതേ രീതിയിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതേപോലെ ഒരു തോൽവി 2019 ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. അന്ന് 19 സീറ്റ് UDF-നാണ്. ആ തെരഞ്ഞെടുപ്പിൽ തോറ്റ ഷാനിമോൾ ഉസ്മാൻ അന്ന് നടത്തിയ പ്രതികരണം, എന്നെ തോൽപ്പിച്ചത് LDF-കാരല്ല, എന്നെ തോൽപ്പിച്ചത് ആരിഫ് അല്ല, എന്നെ തോൽപ്പിച്ചിട്ടുള്ളത് കോൺഗ്രസ്സുകാരാണെന്നാണ്. ഒരു തരത്തിൽ അന്ന് അവിടെ പക്ഷെ തല്ലൊന്നുണ്ടായില്ല, അന്വേഷണം നടന്നിട്ട് ആരെയും പിടിച്ച് പുറത്താക്കിയിട്ടില്ല. അത് ശ്രീകുമാർ പറഞ്ഞ പോലെ ശരിയാ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് മുരളീധരൻ തന്നെ പറയുന്ന പോലെ, എനിക്കിവിടെ ഞാൻ തോൽക്കുന്നത് LDF-നോടാണ് എങ്കിൽ, സുനിൽകുമാറിനോടാണ് എങ്കിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു, കാരണം അതൊരു തോൽവി എന്ന രീതിയിൽ കണക്കാക്കാം. പക്ഷെ തോറ്റത് BJP-യുടെ അടുത്താണ്. അവിടെ തോൽപ്പിക്കാൻ കാരണക്കാരാണ് DCC സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന, അന്ന് തന്നെ DCC ഓഫീസിന് മുമ്പിൽ പോസ്റ്ററുകൾ ഉണ്ടായിട്ടുള്ളത് അവിടെയുള്ള DCC പ്രസിഡന്റിന് എതിരെയാണ്, അവിടെ മുൻ MP-ക്കെതിരെയാണ്, ഇങ്ങനെ കുറെ ആളുകൾക്കെതിരെയാണ്. അപ്പൊ തോൽപ്പിച്ചത് സുരേഷ് ഗോപി അല്ല എന്ന് അവിടെയുള്ള കുറച്ച് ആളുകളെങ്കിലും, എത്ര കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നത് എനിക്കറിയില്ല, എന്തായാലും ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ അവിടെ വിശ്വസിക്കുന്നു. ബാക്കിയുള്ള ആളുകൾ നമുക്ക് കളഞ്ഞേക്കാം. LDF വിശ്വസിക്കുന്നതോ വേറെയുള്ള ആളുകൾ വിശ്വസിക്കുന്നതോ നമ്മളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരോ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിശ്വസിക്കുന്നതൊക്കെ മാറ്റിവെക്കാം. പക്ഷെ അവിടെയുള്ള കോൺഗ്രസ്സുകാരുടെ ഈ കൂട്ടത്തല്ലിനിടയിൽ പോലും സജീവൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് തോൽപ്പിച്ചതാണ്, ഇവരാണ് ഈ കളി കളിച്ച് തോൽപ്പിച്ചതെന്നാണ്. അപ്പൊ തോൽപ്പിച്ചു എന്ന് പറയുന്നത് BJP-ക്ക് അവിടെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു, നേരത്തെ പറയുന്ന മൂവാറ്റുപുഴയിൽ ഉണ്ടായിരുന്ന ജയമല്ല, PC തോമസിന്റെ ജയമല്ല നമ്മൾ കണക്കാക്കരുത്, BJP-യുടെ വോട്ട് ജയം. ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് ഒരു BJP താമര വിരിഞ്ഞു. ആ താമര വിരിഞ്ഞത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, നല്ലൊരു ശതമാനം ആളുകൾ വിശ്വസിക്കുന്നത്, ഇപ്പോൾ തല്ല് കിട്ടിയവരും അല്ലെങ്കിൽ ഈ DCC പ്രസിഡന്റിനെതിരെയൊക്കെ രംഗത്ത് വന്നിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് തോൽപ്പിച്ചത് സുരേഷ് ഗോപി അല്ല, അവിടെ ഈ ആളുകൾ കോൺഗ്രസ്സുകാർ തന്നെയാണ്, കോൺഗ്രസിൽ ഒരു വിഭാഗമാണ്. അങ്ങനെയാണ് എങ്കിൽ ഇപ്പൊ ഇവിടെ ശ്രീകുമാർ പറഞ്ഞ പോലെ അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഒരു BJP-ക്ക് ഇവിടെ ജയിക്കാനുള്ള വളക്കൂറുണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നത് അതിഗുരുതരമായുള്ള ആരോപണമാണ്. ഇത് നേരത്തെ തന്നെ പത്മജ പറഞ്ഞിരുന്നു. പത്മജ BJP-യിലേക്ക് പോയ ഉടൻ തന്നെ പറഞ്ഞിരുന്ന കാര്യം, ഇതേ ആളുകളുടെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യം, എന്നെ തോൽപ്പിച്ചവർ എന്റെ സഹോദരനെയും തോൽപ്പിക്കും, അത് ഉറപ്പാണ്. അത് അദ്ദേഹത്തിന് ഇപ്പൊ മനസ്സിലാവില്ല, തോറ്റു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇപ്പൊ മുരളീധരന് മനസ്സിലായിട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം, അദ്ദേഹം പറഞ്ഞ അന്വേഷണം വേണ്ട, ആരെയും മാറ്റേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഞാൻ ഇനി ഒന്നിലേക്കും ഇല്ല, സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഇല്ല, ഞാനിവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോ അപ്പൊ പ്രവർത്തിക്കാനായിട്ട് വരും, ഒരു സാധാരണ പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കാൻ വരും എന്നൊക്കെ പറയുന്ന സന്തോഷത്തോട് കൂടിയിട്ടല്ല, ഇനി അതുവരെ വെറുതെ ഇരിക്കാൻ പോവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞുള്ളത്. അങ്ങനെയുള്ള ഒരാളെ തോൽപ്പിക്കുന്നൊക്കെ പണ്ടേ വടക്കാഞ്ചേരിയിൽ മുരളീധരനെ തോൽപ്പിച്ച ചരിത്രമുണ്ട്. ഈ തോൽവി എന്ന് പറയുന്ന കരുണാകരനും മക്കൾക്കും അവിടെ തൃശ്ശൂരിൽ നിന്ന് നന്നായി കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോ തോൽപ്പിക്കുക, അത് മാത്രമല്ല, PC ചാക്കോ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരുടെ തോൽപ്പിക്കൽ വളരെ വിചിത്രമായ തോൽപ്പിക്കലാണ്. അപ്പൊ അതിനെ നമ്മൾ, ഇതിപ്പോ ശ്രീകുമാർ പറഞ്ഞതിനോടുള്ള എനിക്കുള്ള ഒരു വിയോജിപ്പ് എന്ന് പറയുന്നത്, ഇത് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാ താരത്തിന്റെ വ്യക്തിപ്രഭാവം ഉണ്ടായതാണെന്ന്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സുരേഷ് ഗോപി കഴിഞ്ഞ കുറെ കാലമായിട്ട് അവിടെ തമ്പടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുള്ളതാണ്. ഇത് മുരളീധരന്റെ ഏറ്റവും അവസാനമാണല്ലോ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. ഇതേ കാര്യം സിറ്റിംഗ് MP ആയിട്ടുള്ള പ്രതാപന് ചെയ്യാമായിരുന്നു.
പ്രതാപൻ ചെയ്തില്ലല്ലോ. അപ്പൊ സുരേഷ് ഗോപി അവിടെ ചെയ്യുമ്പോൾ പ്രതാപൻ കയ്യും കെട്ടിയിരിക്കുകയായിരുന്നു. അദ്ദേഹം പാർലമെന്റിൽ ഗംഭീരമായിട്ട് പ്രവർത്തിച്ചതെന്ന് നമുക്കറിയില്ല. മണ്ഡലത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് അദ്ദേഹം ഈ പലപ്പോഴും പറഞ്ഞുള്ളത്. മണ്ഡലത്തിൽ അങ്ങനെ ഗംഭീരമായിട്ട് വിയർപ്പൊഴുക്കി പ്രവർത്തിച്ച പ്രതാപനാണ് എങ്കിൽ സുരേഷ് ഗോപി ജയിക്കില്ലല്ലോ. കെ മുരളീധരനെ ജയിപ്പിക്കുക എന്ന് പറയുന്നതാണ് എന്റെ കർത്തവ്യം എന്ന് പറഞ്ഞ് മുരളീധരന് വേണ്ടി ഈ ചുമരെഴുത്ത് നടത്തി എന്ന് കാണിച്ച ആളാണ് പ്രതാപൻ. എന്നിട്ട് എന്തേ ഉണ്ടായത്? ഇപ്പൊ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നു തോൽപ്പിച്ചത് ഇവരൊക്കെയാണ് എന്നാണ്. അപ്പോ നമ്മൾ ഇത് BJP കാണേണ്ട കാര്യം, ഇതിലെ ഗൗരവതരമായിട്ട കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ ആദ്യമായിട്ട് BJPക്ക് ഒരു ലോക്സഭാംഗം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഒരിക്കൽ പോലും സുരേഷ് ഗോപിക്ക്, അതിന്റെ ഉത്തരവാദിത്വം, അതിന്റെ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്കല്ല പോകേണ്ടത് എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു. അങ്ങനെ അത് ശരിയാണ് എങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് തന്നെയാണ്, ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അതിനെതിരെ നടപടി ഉണ്ടാവില്ല എന്ന് ശ്രീകുമാർ പറഞ്ഞതിനോട് അതൊരു പാർട്ടി ചെയ്യേണ്ട കാര്യം, പാർട്ടിയുടെ നട്ടലൊടിക്കുന്നു. ഇപ്പൊ മുരളീധരൻ തന്നെ പറഞ്ഞ പോലെ സുനിൽകുമാർ ജയിച്ചാൽ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവിടെ സുരേഷ് ഗോപി ജയിച്ചാൽ BJP ജയിച്ചാലാണ് പ്രശ്നം. അതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. പ്രശ്നമാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഗൗരവമുള്ള പ്രശ്നം. ശ്രീ റെജി ലൂക്കോസ്, അതായത് തൃശ്ശൂർ ഒരു സാധാരണ മണ്ഡലമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നരേന്ദ്രമോദി പലതവണ വന്ന് അതൊരു ദേശീയ തലത്തിൽ തന്നെ ഏറ്റെടുത്ത് പ്രചരണം നടത്തിപ്പോയ ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. ആ തൃശ്ശൂരിനെ കോൺഗ്രസ് നേതൃത്വം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? മുരളീധരനെ വടകരയിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് തൃശ്ശൂരിൽ നിർത്തി മത്സരിപ്പിക്കുമ്പോൾ അതിൻ്റേതായ ഗൗരവവും പ്രാധാന്യവും പ്രചരണ ഘട്ടങ്ങളിൽ കൊടുത്തോ? ഞാൻ മനസ്സിലാക്കിയത് രാഹുൽ ഗാന്ധി പോലും ആ മണ്ഡലത്തിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞിട്ട് എത്തിയിരുന്നില്ല. പിന്നീട് അദ്ദേഹം അവസാനം അവിടെ എത്തിയില്ല എന്നുള്ളതാണ്. തെറ്റാണെങ്കിൽ അത് ശ്രീകുമാർ പിന്നീട് തിരുത്തട്ടെ. പക്ഷേ ഇങ്ങനെ ഇത്രയും ഗൗരവം കുറച്ച് ആ മണ്ഡലത്തെ കണ്ടു എന്ന് മുരളീധരൻ പോലും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു ഘട്ടമുണ്ട്. അങ്ങനെ കണ്ട തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ച്, അവിടുത്തെ പരാജയത്തെക്കുറിച്ച്, ദയനീയ തോൽവിയെക്കുറിച്ച് ഇങ്ങനെ അടിച്ചു തീർക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും പഠിക്കേണ്ടതില്ല എന്ന് പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ചോ? ഞാൻ ശ്രദ്ധിച്ചു ഡോക്ടർ ലാൽ. ഇതിനകത്ത് വേണുഗോപാൽ VD സതീശൻ ഗ്രൂപ്പ് നടത്തിയ ഒരു സുന്ദരമായ ഒരു പ്ലേ ഇതിൻ്റെ പിന്നിലുണ്ട്. അതായത് സിറ്റിംഗ് MP ആണ് അദ്ദേഹം വടകരയിൽ നിന്ന് അദ്ദേഹത്തിനെ തൃശ്ശൂർ കൊണ്ടുവരികയും ഷാഫി പറമ്പിലെ വടകര പ്ലേസ് ചെയ്യുകയും ചെയ്തത് BJP ആയിട്ടുള്ള നഗ്നമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഞാൻ ചോദിക്കട്ടെ ശ്രീകുമാർ സാറിനോട്, TN പ്രതാപൻ 2019 പിടിച്ച 85,000 വോട്ട് എവിടെ പോയി? 85,000 വോട്ട് കുറവായിട്ടാണ് കെ മുരളീധരന് കിട്ടിയത്. ആ വോട്ട് എങ്ങോട്ട് പോയി? നിങ്ങളതിന് മറുപടി പറയണം. ഇവിടെ ശ്രീകുമാർ സാർ ഇവിടെ പാടി പുകഴ്ത്തുന്നുണ്ട് നമ്മുടെ സുരേഷ് ഗോപിയെ. ഞാൻ അത്ഭുതപ്പെട്ടു, പ്രേക്ഷകർ അത്ഭുതപ്പെട്ടുമാണ്. ഇപ്പോൾ ശ്രീകുമാർ സാർ പോലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വോട്ട് പോലും സുരേഷ് ഗോപിക്ക് പോയി എന്നുള്ള ആരോപണം ഞാൻ ഉന്നയിക്കുന്നില്ല. കാരണം അദ്ദേഹം സാത്വികരായ ഒരാളാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമായി, നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂദാസ് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ചുംബിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഒരു ചുംബനം നടന്നു തൃശ്ശൂർ. അത് TN പ്രതാപൻ, അത് ചിത്രങ്ങൾ വീഡിയോസ് നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. TN പ്രതാപൻ്റെ മേഖലകളിൽ അദ്ദേഹത്തിന് സ്വാധീനമുള്ള മേഖലകളിൽ അവിടെ എല്ലാം മുന്നിൽ നിന്നാരെ കോൺഗ്രസിന് ആയിരക്കണക്കിന് വോട്ട് കുറയുകയും BJP മുന്നേറുകയും ചെയ്തു. അപ്പോൾ നഗ്നമായിട്ടും കേരളത്തിൽ നടന്ന ഒരു രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റാണ്. അത് ശരിക്കും കേരളത്തിനോട് ചെയ്ത കൊടും ക്രൂരതയും ചതിയുമാണ് ഈ നേതാക്കന്മാർ ചെയ്തിരിക്കുന്നത്. ഷാഫി പറമ്പിൽ വടകര പ്ലേസ് ചെയ്ത് എന്തിനാ? അതായത് ഒന്നും വേണ്ട, ആലപ്പുഴയിൽ വേണുഗോപാൽ വരുമ്പോൾ അദ്ദേഹം വെക്കാൻ നിർബന്ധനാകുന്നത് രാജസ്ഥാനിലെ സീറ്റ് അങ്ങോട്ടാണ് പോകുന്നത്. അതൊരു BJPയുടെ അവിടുത്തെ ജയിക്കാൻ പറ്റത്തുള്ളൂ. അത് K സുരേന്ദ്രനാണെന്നത് വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഷാഫി പറമ്പിൽ പാലക്കാട് കുരുതി കൊടുത്തുകൊണ്ട് അങ്ങോട്ട് പോയത് എന്തിനാ? പാലക്കാട് BJPക്ക് സ്വാധീനത്തിലുള്ള മണ്ഡലത്തിൽ ഒരുപക്ഷേ BJPക്ക് ഒരു സീറ്റ് കൊടുക്കുക. അപ്പം 3 തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റാണ് കേരള രാഷ്ട്രീയത്തിൽ നെറുകേട്ട രാഷ്ട്രീയം കാണിച്ചത്. ഇനി ഇന്നലെ തൃശ്ശൂർ DCC നടന്ന അടി, അത് ചുമ്മാടിയല്ല. കേരളത്തിലെ ചാനലുകളെല്ലാം തൃശ്ശൂർ വെടിക്കെട്ട് പോലെ തന്നെ മണിക്കൂറുകളോട് ഇത് കാണിച്ചുകൊണ്ടിരിക്കുക. കൊലപാതകം ഉണ്ടായിരുന്നത് കേരളത്തിന്റെ ഭാഗ്യം. എന്താ അറിയോ? കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ 2 കോൺഗ്രസ്സുകാർ കുത്തിക്കൊന്നിട്ടുണ്ട്. അവർക്കൊരു മടിയില്ല. അതിലൊരാൾ അവരുടെ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ആ ചരിത്രമുണ്ട് തൃശ്ശൂരിൽ. കാലങ്ങളായിട്ട് കച്ചവട രാഷ്ട്രീയത്തിലൂടെ ഈ പറയുന്ന നഗ്നമായ രീതിയിലുള്ള അട്ടിമറി നടത്താൻ. ഇനി എന്തിനാണ് കെ മുരളീധരനെ തൃശ്ശൂർ പ്ലേസ് ചെയ്ത്? അതിന്റെ പിന്നിലൊരു നാടകമുണ്ട്. ആ നാടകം ഇത്രയേ ഉള്ളൂ, ഭാവിയിൽ
ഈ വി ഡി സതീശനും കെ സി വേണുഗോപാലിനും കേരളത്തിൽ ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുള്ള അത്യാവശ്യം ജനങ്ങളുടെ അടിത്തറയുള്ള ഒരു നേതാവാണ് ഈ കെ മുരളീധരൻ. അദ്ദേഹത്തിനെ ഇല്ലായ്മ ചെയ്ത് കേരള രാഷ്ട്രീയത്തിൽ അസ്തമിപ്പിക്കാൻ വേണ്ടി നടത്തിയ മറ്റൊരു നാടകം അതിന്റെ പിന്നിലുണ്ട്. ആ രണ്ടും കൂടെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം, ഈ കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനം ഈ തൃശ്ശൂർ ജില്ലയിലെ സാംസ്കാരിക സമ്പന്നമായ വിദ്യാസമ്പന്നരായ ഒരു സമൂഹത്തിന് മുമ്പിൽ ഈ BJPയെ അവിടെ വിജയിപ്പിക്കാനായിട്ട് ഈ നെറികേട് കാണിച്ചത്. 85,000 വോട്ട് അവിടെ പോയി. അവർ വേറെ കുറെ വോട്ട് കൂടെ പിന്നെ പുതിയ വോട്ടർമാരെ കൊണ്ടുവന്നാണ് പറയുന്നത്. എവിടെ പോയി 85,000 വോട്ട്? തൃശ്ശൂരിൽ സുരേഷ് ഗോപി പോലും വിജയം പ്രതീക്ഷിച്ചില്ല. അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം നിരാശനായിരുന്നു. അവിടെ അദ്ദേഹത്തിനെതിരായ ഒരു മൂവ്മെന്റ് ഉണ്ടായി. അതാണ് പറയുന്നത്, അട്ടിമറിയിലൂടെ BJPയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കെ സി വേണുഗോപാലും വി ഡി സതീശനും തന്ത്രങ്ങൾ നടത്തിയ ഒരു കുതന്ത്രമാണ് അവിടെ നടന്നത്. ഇനിയിപ്പോൾ വടകര പറയാം. വടകര എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇത് തന്നെയാണ് വടകര നടന്നിരിക്കുന്നത്. വടകര കൂടുതലായിട്ട് ചേർത്തിരിക്കുന്ന BJP വോട്ട് അവിടെ പോയി അവർ 10,000 വോട്ട് കൂടുതൽ പിടിച്ചെന്ന് പറഞ്ഞത്. അവർ തന്നെ പറയുന്ന അവിടെയാണ് 50,000 വോട്ടോളം അവർ BJP പ്രവർത്തകരെ ആഡ് ചെയ്തെന്ന് പുതിയ വോട്ടർമാർ അവിടെ പോയി. ഇതൊരു വലിയ, കേരളം തിരിച്ചറിയേണ്ട ഒരു വലിയ രാഷ്ട്രീയ നെറികേടാണ്. കേരളത്തിലേക്ക് BJPക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നിയമത്ത് കുരുതി കൊടുത്തുകൊണ്ട് ഹരിപ്പാട് ജയിക്കാനായിട്ട് പണ്ട് പിന്നെ ഈ 2021 നടന്ന 2016 നടന്ന അഡ്ജസ്റ്റ്മെന്റ് പോലെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇതുണ്ടായിരിക്കുന്നത്. അതിന് നിങ്ങൾ ആരെയും പഴിക്കണ്ട. ശ്രീകുമാർ സാർ പറഞ്ഞത് വീണ്ടും ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തി. സുരേഷ് ഗോപി എന്ന് പറയുന്നതാണ് 4-5 വർഷമായിട്ട് അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവങ്ങൾ. അപ്പൊ നിങ്ങളുടെ പാർട്ടി എവിടെയായിരുന്നു? നിങ്ങളുടെ പാർട്ടി എവിടെയായിരുന്നു? കോൺഗ്രസിന്റെ ഈറ്റില്ലങ്ങളിൽ ഒന്നായ കെ കരുണാകരന്റെ പ്രവർത്തന മേഖലയായിരുന്ന തൃശ്ശൂരിൽ നിങ്ങളുടെ പാർട്ടി എന്തെടുക്കുക? അപ്പൊ നിങ്ങൾ ഈ PR വർക്ക് നടത്തിയത് ഈ കെ മുരളീധരന് വേണ്ടിയായിരുന്നോ? ശ്രീകുമാർ സാർ അങ്ങനെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമായി കഴിഞ്ഞു. ഈ ശ്രീകുമാർ സാറ് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന എൻ്റെ സഹോദരനെ പോലെ ഒരാളാണ്. അദ്ദേഹം ഈ കെ മുരളീധരനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ നന്മകളെ കുറിച്ചും നല്ല സ്ഥാനാർത്ഥിയാണതിനെ കുറിച്ച് അക്ഷരം മിണ്ടാതെ കണ്ട് 2 തവണ ഈ ചാനലിരുന്ന് പറഞ്ഞെന്താ? കെ മുരളീധരന്റെ വ്യക്തിപ്രഭാവം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം സാറിനോട് ചോദിക്കട്ടെ, ദയവായി അതിന് മറുപടി തരണം. സുനിൽകുമാർ, തൃശ്ശൂർക്കാരുടെ സുനിലേട്ടൻ അവിടെ വോട്ട് വർദ്ധിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയേക്കാൾ എത്രയോ വ്യക്തിപ്രഭാവത്തിൽ ആ നാടിനോട് ഇഴുകിച്ചേർന്നൊരു വ്യക്തിത്വമാണ് സുനിൽകുമാർ എന്ന് പറയുന്ന CPയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം വോട്ട് വർദ്ധിപ്പിച്ചു. അപ്പോൾ നിങ്ങൾ വ്യക്തിപ്രഭാവം പറയുമ്പോൾ സുരേഷ് ഗോപിയെ പൊക്കി പിടിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? അതെന്താണ് കാരണം? അവിടെ വോട്ടുകൾ ദാനം ചെയ്തിരിക്കുന്നു. അതിനവിടുത്തെ അവിടെ DCC പ്രസിഡന്റിന്റെ പങ്കുണ്ട്. ഒരു പത്മജ വേണുഗോപാൽ പറഞ്ഞ കാര്യം ഇന്നൊരു മാധ്യമത്തിന്റെ അഭിമുഖത്തിൽ മുരളീധരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, അങ്ങയുടെ സഹോദരി പറഞ്ഞില്ലേ അങ്ങയെ ഒറ്റും എനിക്ക് അനുഭവം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം അതിനെ നിഷേധിച്ചില്ല. അദ്ദേഹം വേറെ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇനി ഞാൻ പിന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല, പാർട്ടിയുടെ ഒരു പദവിയും സ്വീകരിക്കത്തില്ല, ഞാൻ ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രചരണത്തിനടക്കും എന്ന് പറയാൻ നിർബന്ധിതനായ കെ മുരളീധരൻ എന്ന് പറയുന്ന അത്യാവശ്യം ജനകീയ പിന്തുണയുള്ള കോൺഗ്രസ് നേതാവിനെ ഇല്ലായ്മ ചെയ്ത് BJPക്ക് ആ സീറ്റ് നിങ്ങൾ അടിയറവ് വെക്കുമായിരുന്നു. അല്ലെന്ന് നിങ്ങൾ ഏതെല്ലാം ന്യായീകരണത്തെ പറഞ്ഞാലും നിങ്ങളിപ്പോൾ പറയുന്ന സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവമൊന്നും അല്ല. നിങ്ങളുടെ ഓരോ വോട്ടർമാരും ഈ പറയുന്ന TM പ്രതാപനെ പോലെ അവിടുത്തെ DCC പ്രസിഡന്റിനെ പോലുള്ളവർ കൊടുത്ത ദാനമാണിത്. അത് കച്ചവടം നടന്നെന്നൊക്കെ അവിടെ പ്രചരണമുണ്ട്. ഇന്നലെ നടന്ന DCC അവിടെ നടന്ന അടിയിൽ പറഞ്ഞ വാക്കുകൾ സാറ് കേട്ടായിരുന്നോ? ലൈവായിട്ട് ചാനലുകൾ, കൈരളി ഉൾപ്പെടെ ചാനൽ ലൈവായിട്ട് കാണിക്കുകയാണ് ഈ കൂട്ടേടിയിൽ. അവർ പറഞ്ഞ വാക്കുകൾ എത്ര രൂപ കിട്ടിയിടാ എന്നുള്ള വാക്കൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളെ, കേരളത്തിലെ ഒരു വർഗീയ ഫാസിസ്റ്റ് ഒരു പ്രസ്ഥാനത്തിന് അടിവേരുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച നിങ്ങളുടെ പാർട്ടി, ശ്രീകുമാർ സാർ പിന്തുണയ്ക്കുന്ന പാർട്ടി കാണിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ വഞ്ചനയാണ് അവിടെ കാണിച്ചത്. പണ്ട് നിങ്ങൾ വടകരയിലും ബേപ്പൂരും കോലിബി സഖ്യം കൊണ്ടുവന്ന് കേരളത്തിലെ അപമാനിക്കാൻ ശ്രമിച്ചതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ തൃശ്ശൂർ ഇറങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ തൃശ്ശൂരൊന്നും നിങ്ങൾ ഈ പറയുന്ന വ്യക്തിപ്രഭാവമുള്ള സുരേഷ് ഗോപി ജയിക്കത്തില്ല. വ്യക്തിപ്രഭാവം സുരേഷ് ഗോപിയേക്കാൾ ഉയരത്തിൽ നിൽക്കുന്നത് പിന്നെ തൃശ്ശൂർക്കാരുടെ സുനിലേട്ടനാ. ഒരു തർക്കമല്ല കാര്യത്തില്ല. അപ്പൊ വ്യക്തിപ്രഭാവത്തിന്റെ അളവ് പോലെ വെച്ച് വ്യക്തിത്വം ഇല്ലാത്ത ആളാണ് പിന്നെ മുരളീധരൻ എന്നുള്ളതല്ലേ നിങ്ങൾ പറയുന്നത്? മുരളീധരൻ വ്യക്തിപ്രഭാവം ഇല്ലാത്തതുകൊണ്ടാണല്ലോ സുരേഷ് ഗോപി ജയിച്ചെന്നല്ലേ ശ്രീകുമാർ സാർ പറയുന്നത്. അത് തന്നെയാണ് കേരളത്തിലെ പ്രേക്ഷകർ കേൾക്കേണ്ടത്. കൈരളി ചാനലിൽ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അത് തന്നെയാണ് റീഡ് ചെയ്യേണ്ടത്. ഈ കോൺഗ്രസിന്റെ നെറികേടുകൾ ഒരു സംശയമില്ല കാര്യം. ഒറ്റ വാചകോടെ പറഞ്ഞു നിർത്താം. VD സതീശന് ഇതിൽ ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞാൽ സാർ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നത്? എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞത് VD സതീശന്. അതാണ് അങ്ങേരാണ് UDFന്റെ കൺവീനർ. അദ്ദേഹത്തിനാണ് ഉത്തരവാദിത്വം ഉള്ളത്. അപ്പോൾ കേരളത്തിൽ നടന്നത് നഗ്നമായ BJP പിന്തുണയും
ഒരു തങ്ങൾക്കെതിരാകുന്ന ഒരാളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് തൃശ്ശൂർ സീറ്റ് കച്ചവടം ചെയ്ത് ദാനം ചെയ്ത കേരളം കണ്ട ഏറ്റവും നെറികെട്ട രാഷ്ട്രീയമാണ്. അതാണ് കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ട് നിങ്ങൾ പല മണ്ഡലങ്ങളിൽ പ്രയോഗിക്കാൻ നോക്കി. കേരളത്തിൽ ജനങ്ങളുടെ ജാഗ്രത കൊണ്ടാണ് ഈ തിരുവനന്തപുരം വർക്കല പോലെയുള്ള സ്ഥലങ്ങൾ, വർക്കല ഞങ്ങളുടെ സ്ഥാനാർത്ഥി തോറ്റു ജയിച്ചു എന്നുള്ള ഘട്ടത്തിലാണ് പോയത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിങ്ങൾ അരങ്ങേറി. ദേശീയ തലത്തിൽ നിങ്ങളൊരു വാക്ക് നേരത്തെ പറഞ്ഞു, ഇന്ത്യ മുന്നണിയെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യ മുന്നണിക്ക് ഒപ്പം നിൽക്കുന്നതാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. സീതാറാം യെച്ചൂരിയെ പോലുള്ളവരാണ് അതിൻ്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി, SP-യുടെ പിന്നെ അഖിലേഷ് യാദവ്, തേജസ്വി യാദവ്, അതുപോലെ തന്നെ നമ്മുടെ ശരത് പവാർ ഒക്കെ ഉൾക്കൊള്ളുന്ന അങ്ങനെയുള്ള ഇന്ത്യ മുന്നണിയുടെ ദേശീയ തലത്തിലുള്ള കഠിനാധ്വാനത്തെ പോലുമാണ് നിങ്ങൾ കേരളത്തെ തകർത്ത് കളഞ്ഞത്. നിങ്ങളാണ് കുറ്റവാളികൾ. നിങ്ങളതിനെ ഇടതുപക്ഷത്തിന് വേണ്ടി തലയിൽ വെച്ച് ഊരാൻ ശ്രമിക്കേണ്ട. ഒരു കാരണവശാലും പറയാൻ മേലാത്ത വാക്കുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കെ മുരളീധരന് വ്യക്തിപ്രഭാവം ഇല്ല. സുരേഷ് ഗോപിക്കാണ്. എത്ര ലജ്ജാകരമാണ് ശ്രീമാൻ ഒരാളെ ഇങ്ങനെ വിമർശിക്കാൻ എനിക്ക് വിഷമമുണ്ട്. അതാണ് ഇവിടെ സജീവ് സാർ പറഞ്ഞത്. ഞാൻ വരാം ശ്രീ റെജി ലൂക്കോസ്. ശ്രീ എൻ ശ്രീകുമാർ, വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രീ സജീവനും ശ്രീ റെജി ലൂക്കോസും ഒക്കെ നിരീക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ശ്രീ കെ മുരളീധരന് പറയാൻ പറ്റുന്നതിൻ്റെ പരമാവധി അദ്ദേഹം നിയന്ത്രിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2-3 ദിവസം അദ്ദേഹം പറയാതെയൊക്കെ നോക്കി. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയേണ്ട ഒരു രീതിയിൽ പറഞ്ഞു. പക്ഷേ അത് തന്നെ പൂർണ്ണമാണോ എന്നുള്ളത് നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം തുടർ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ മാത്രമേ നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കൂ. അദ്ദേഹത്തെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് വളച്ച് കെട്ടി കൊണ്ടുപോകാൻ ചിലപ്പോൾ സാധിച്ചേക്കാം. വയനാട്ടിൽ ഇനിയൊരു സീറ്റ് ഒഴിവ് വരുന്നുണ്ട്, അവിടെ മുരളീധരനെ നിർത്തി ആശ്വസിപ്പിച്ച് വീണ്ടും ഡൽഹിക്ക് കൊണ്ടുപോകാമെന്ന് അദ്ദേഹത്തെ അങ്ങനെ ഈ വടകരയിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നതുപോലെ ഒരു ശ്രമം കൂടി നടത്തിയാൽ അദ്ദേഹം ചിലപ്പോൾ സമ്മതിച്ചേക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെ അയയുന്നൊരു കൂട്ടത്തിലാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അവിടെയൊക്കെ വേണമെങ്കിൽ പരീക്ഷിക്കാം. ഇതൊന്നും കൂടാതെ KPCC അധ്യക്ഷനാക്കാം. അദ്ദേഹത്തിന് നല്ല ഓഫർ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പെട്ടെന്ന് വീണു പോകാൻ സാധ്യതയുള്ള ഓഫറുകളൊക്കെ ആണെന്ന് പലരും നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ മുരളിയെ ആശ്വസിപ്പിച്ചാൽ പോരല്ലോ. ഇത് കേരളത്തോട് പറയണ്ടേ? BJPയെ അവിടെ ജയിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് പറയണ്ടേ? ആ കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ ഇപ്പോൾ പുറത്തേക്ക് വന്നല്ലോ, പലരും നിരീക്ഷിച്ചല്ലോ. മറുപടി എന്താണ്? ഡോക്ടർ ലാലേ, കേരളത്തിലെ ജനങ്ങൾ 18 UDFനെ ജയിപ്പിച്ചു. കൈരളി ചാനലിൽ ഇരുന്നിട്ട് എനിക്ക് UDFനെ ജയിപ്പിക്കേണ്ട ബാധ്യതയില്ല. റെജി ലൂക്കോസ് UDFനെ ജയിപ്പിച്ചു, LDFനെ ജയിപ്പിച്ചോട്ടെ, കുഴപ്പമില്ല, വാദിച്ച് ജയിപ്പിച്ചോട്ടെ. ഞാൻ തൃശ്ശൂരിലത്തെ കാര്യം പറഞ്ഞത് എന്താണ്? മുരളീധരൻ്റെ വ്യക്തിപ്രഭാവം ഇല്ല എന്ന് ശ്രീകുമാർ പറഞ്ഞു എന്നിങ്ങനെ റെജി ലൂക്കോസ് പറഞ്ഞുകൊണ്ടിരുന്നു. ആയിക്കോട്ടെ, അദ്ദേഹം പറഞ്ഞോട്ടെ. കാരണം ഞാൻ പറഞ്ഞത് എന്താണ് കൈരളി ചാനലിൽ കേട്ടവർക്ക് അറിയാം. സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ കഴിഞ്ഞ 3-4 വർഷമായി തൃശ്ശൂരിൽ കേന്ദ്രീകരിച്ച് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമുണ്ട്. കമ്മ്യൂണിസ്റ്റുകൾക്ക് പോലും മനസ്സിലാകാതെ പോയ സംവിധാനം. ആ സംവിധാനത്തിൽ സൂപ്പർ സ്റ്റാർ, വ്യക്തിഗത വിശേഷങ്ങളൊന്നും ഞാൻ വേറെ കൊടുത്തിരുന്നില്ല, സൂപ്പർ സ്റ്റാറായ സുരേഷ് ഗോപി ആ നിലയ്ക്കെടുത്തു. BJPക്കല്ല വോട്ടെന്ന് ഞാൻ പറഞ്ഞത്. ജയിക്കില്ലെന്ന് എനിക്കറിയാം. BJP അല്ല തൃശ്ശൂരിൽ ജയിച്ചത്. VS സുനിൽകുമാറിന് വോട്ട് കൂടിയത്. അവർക്കൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. 2ാം സ്ഥാനത്തുമുണ്ട് ഇപ്പോൾ അവിടെ. പക്ഷേ കോൺഗ്രസിൻ്റെ കെ മുരളീധരൻ്റെ ദയനീയ പരാജയം, BJP അത് പിടിക്കാൻ പോകുന്നു എന്ന് വലിയ രീതിയിൽ പറഞ്ഞ് മോദി ഗ്യാരണ്ടി കൊടുത്ത സ്ഥലമാണ് തൃശ്ശൂർ. അതിനെ എത്ര ഗൗരവത്തോടു കൂടിയാണ് കണ്ടത് എന്നുള്ളതാണ് പ്രശ്നം. ഡോക്ടർ ലാലേ, തൃശ്ശൂരിലെ താമര ചിഹ്നത്തിൽ സുരേഷ് ഗോപി മത്സരിച്ചു എന്നേ ഉള്ളൂ. അത് സുരേഷ് ഗോപിയുടെ ജയമാണ്. അത് BJPയുടെ ജയമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. BJPയുടെ ജയമാണെന്ന് വരുത്തി തീർക്കാനാണ് ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾ ശ്രമിക്കുന്നത്. അവർ ചെയ്തോട്ടെ. കാരണം അതാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. പിണറായി വിജയൻ ശ്രമിക്കുന്നത് BJPയുടെ വോട്ട് കൂടി പറയാനാണ്. ഞാൻ BJP അല്ല. അക്കൗണ്ടിലാണ് സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ നിങ്ങൾക്കറിയില്ലേ? അദ്ദേഹത്തിന് ഈ പറഞ്ഞ 3-4 വർഷത്തെ പാരമ്പര്യം അവിടെ തൃശ്ശൂരിലുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് താമസിച്ച് എല്ലാ അർത്ഥത്തിലും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ കോൺഗ്രസിന് അറിയാലോ. അത് അറിഞ്ഞിട്ടാണല്ലോ മുരളീധരൻ വരുന്നത്. അല്ലെങ്കിൽ TN പ്രതാപൻ മതിയല്ലോ. എൻ്റെ ലാലെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കൂ. അതായത് തൃശ്ശൂരിലെ താമര ചിഹ്നത്തിന് പകരം വേറൊരു ചിഹ്നത്തിലാണ് സുരേഷ് ഗോപി മത്സരിച്ചെന്ന് വെക്കുക.
അതാ ഞാൻ പറഞ്ഞത്. അപ്പം താമര ചിഹ്നത്തിനാണ് വോട്ട് കിട്ടിയത്, താമരയാണ് വിടർന്നത്, BJP ആണ് ജയിച്ചതെന്ന് നമ്മുടെ ഇടതുപക്ഷ താല്പര്യ സംരക്ഷകരായ നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറയണമെങ്കിൽ പറഞ്ഞോട്ടെ. ഞാൻ പറയില്ലെന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് മുരളീധരൻ്റെ വ്യക്തിപ്രഭാവം ഇല്ല എന്ന് ഞാൻ പറഞ്ഞതായിട്ട് റെജി ലൂക്കോസ് പറഞ്ഞു. അദ്ദേഹം പറയുന്നതിന് എനിക്ക് വിരോധമില്ല, കാരണം അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന് അതുകൊണ്ട് എന്തെങ്കിലും ആത്മസംതൃപ്തി കിട്ടുന്ന കിട്ടിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഇവിടെ 199 മണ്ഡലങ്ങളിലെ LDF കഴിഞ്ഞ തവണ അസംബ്ലി സുരേഷ് ഗോപിക്ക് ഉണ്ടായത് കൊണ്ട് വോട്ടർമാർ അത് അംഗീകരിച്ചു എന്നാണ് അതിന് അർത്ഥം വരിക. അല്ല, അങ്ങനെ നിങ്ങൾ അർത്ഥം ഉണ്ടാക്കണ്ട. അങ്ങനെ അർത്ഥം ഉണ്ടാക്കിയിട്ടാണ് ഈ ഗതികേട് CPM-ന് വന്നത്. മര്യാദയ്ക്ക് വോട്ട് പ്രചരണം നടത്തിയിരുന്നെങ്കിൽ 2-3 സീറ്റെങ്കിലും ജയിക്കായിരുന്നു. ഇത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തായ രാധാകൃഷ്ണൻ കഷ്ടപ്പെട്ട് 20,000 വോട്ടിന് കരകയറി എന്നുള്ള സത്യമാണ്. ഇതൊക്കെ മര്യാദയ്ക്ക് ഒക്കെ പഠിച്ച് ഒക്കെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ അഹങ്കാരം. അതെ, അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ, UDF-ൻ്റെ തൃശ്ശൂരത്തെ കാര്യം ഞാൻ പറഞ്ഞു, വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ തോറ്റതിനെക്കുറിച്ച് പഠിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അവിടെ ഇന്നലെ ഒരു തമ്മിൽത്തല്ല് നടന്നല്ലോ. ആ തമ്മിൽത്തല്ലിൻ്റെ കാരണം സംഘടനാപരമായ ദൗർബല്യമാണ്. ആ സംഘടനാപരമായ ദൗർബല്യം പാർട്ടി നിരീക്ഷിക്കും. അത് പഠിക്കുകയല്ല, അത് നിരീക്ഷിക്കും. എന്നിട്ട് ആ പാർട്ടിയുടേതായ കണ്ടെത്തലുകൾ നടത്തും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പഠിക്കാൻ പോകേണ്ട കാര്യമില്ല. എത്ര നിങ്ങൾ നടപടിയൊന്നും എടുക്കില്ലാന്ന്. അതൊക്കെ എന്തുതരം പഠനവും നിരീക്ഷണവും ഒക്കെയാണ് സാർ? ആരെയാണ് പേടിക്കുന്നത്? ഇപ്പോൾ ജോസ് വള്ളൂർ ഡൽഹിയിലുണ്ട്, അദ്ദേഹം ഓടി അവിടെ എത്തിയിട്ടുണ്ട്. അനിലക്കരെ പുറത്താക്കണമെന്ന് ആളുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോഴും പഠിക്കില്ല, ഒരു പ്രത്യേക നിരീക്ഷണം നടത്തും. ഇതൊക്കെ ആരെ രക്ഷിക്കാനാണ്? ആരെയാണ് പേടിക്കുന്നത്? എൻ്റെ ലാലേ, പത്തനംതിട്ടയിൽ CPM-ൻ്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ 2 നേതാക്കൾ തമ്മിൽ തല്ലിയെന്ന് ഒരു വാർത്ത വന്നു. പിറ്റേന്ന് അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി 2 നേതാക്കളെ ഇടത്തും വലത്തും വരുത്തി പത്രസമ്മേളനം നടത്തി ഞങ്ങൾ തല്ലിയിട്ടില്ലെന്ന് പറഞ്ഞു. അതുപോലെ എന്തായാലും കോൺഗ്രസിന് പറ്റില്ല. അങ്ങനെ ആവശ്യവും കോൺഗ്രസിനില്ല. കാരണം കോൺഗ്രസിൽ PP ചന്ദ്രശേഖരൻ ഉണ്ടായ അനുഭവം ഒരിക്കലും ഉണ്ടാകില്ല എന്ന് തന്നെ കാരണം. ജീവൻ കുര്യച്ചുറയാണ് DCC സെക്രട്ടറി, താങ്കൾ പറഞ്ഞതുപോലെ. ഞാൻ പറഞ്ഞല്ലോ, തമ്മിൽ തല്ലിയെന്ന് ഞാനല്ല പറഞ്ഞേ, നിങ്ങളല്ല പറഞ്ഞേ. തമ്മിൽ തല്ലി, അത് തെറ്റായി. അതിൻ്റെ കാരണം എന്താണ്, സംഘടനയ്ക്കുള്ളിൽ എന്ത് സംഭവിച്ചു, അതന്വേഷിച്ച് അക്കാര്യമാണ് കോൺഗ്രസ് പരിശോധിക്കുക. തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചല്ല. മുരളീധരൻ തൃശ്ശൂരിൽ പരാജയപ്പെടാനുള്ള കാരണം കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ പാർട്ടിയാണ് CPI. അവര് പറഞ്ഞു തൃശ്ശൂരിലെ 6 അസംബ്ലി മണ്ഡലങ്ങളിലെ അദ്ദേഹം 3-4 കൊല്ലമായി അവിടെ നിന്ന് താമസിച്ച് വോട്ടൊക്കെ പിടിക്കാൻ വേണ്ടി പണിയെടുത്തത്. ഇതാണല്ലോ മനസ്സിലാക്കിയത്. ഈ തമ്മിൽ തല്ലിയത് മാത്രമാണ് ഇപ്പോൾ പഠിക്കാനുള്ളതെന്നാണ് താങ്കൾ പറയുന്നത്. തമ്മിൽ തല്ലിയില്ലെങ്കിൽ മുരളീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥി അവിടെ വന്ന് ഈ രീതിയിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ അത് പഠിക്കണ്ടേ? ലാൽ എന്തൊക്കെയാണ് പറയുന്നത്? BJP എന്നുള്ള സംഘടനയ്ക്ക് തൃശ്ശൂരിൽ വളർച്ച ഉണ്ടായിട്ടില്ല എന്ന് കോൺഗ്രസ് മനസ്സിലാക്കി കഴിഞ്ഞു. ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ ഈ റിസൾട്ട് വന്ന ശേഷം CPM ഇപ്പോഴും പഠിക്കുന്നില്ല. കാരണം CPM-ന് പഠിക്കാൻ പറ്റില്ല. കാരണം തൃശ്ശൂരിൽ BJP-യെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ള CPM-ന്റെ നയമായിരുന്നു. അതുകൊണ്ട് അവർ പഠിക്കാൻ പോവില്ല. കോൺഗ്രസ് പഠിച്ചു. BJP ഇവിടെ ജയിച്ചിട്ടില്ല. ഇവിടെ ജയിച്ച സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ദിരാഗാന്ധിയാണ്. കുറച്ചുകൂടി മേന്മയുള്ള വ്യക്തിപ്രഭാവമുള്ള വേറൊരാൾ വരണം, ഇതാണോ പറഞ്ഞു വരുന്നത്? എൻ്റെ ലാലിത് എന്തിന് ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ വെറുതെ രോഷം കൊള്ളുന്നത്? ഒരു കാര്യമില്ല. 18 UDF ജയിച്ചു കഴിഞ്ഞുകൊണ്ട് ലാൽ കിടന്ന് പ്രസംഗിച്ചിട്ടൊരു ഫലമില്ല. മാർ കൂർലോസ് തിരുമേനി പറഞ്ഞു, ഈ അഹങ്കാരമൊക്കെ ഒന്ന് കൊണ്ട് കള, മര്യാദയ്ക്ക് പണിയെടുക്ക്, എന്തും പ്രളയവും കിറ്റും രോഗമൊന്നും ഉണ്ടാവില്ല. അത് കേട്ട് മനസ്സിലാക്കി മര്യാദയ്ക്ക് പ്രവർത്തിക്കൂ സുഹൃത്തുക്കളെ. കൂട്ടുപിടിക്കണോ? കൂർലോസ് തിരുമേനി ഇന്നും പറഞ്ഞിട്ടുണ്ട് രാവിലെ. എന്ത് ചോദ്യം? ഇടതുപക്ഷം. എന്ത് ചോദ്യം? നിങ്ങൾ എന്താ ചോദിച്ചേ? ഹൃദയപക്ഷമാണ്. നിങ്ങൾ എന്താ ചോദിച്ചേ? ഇടതുപക്ഷമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ നിങ്ങൾ എന്ത് ചോദിച്ചു? ഞാൻ ചോദിച്ചത് എന്താണ്? മുരളീധരൻ എന്റെ ലാലെ എന്താ ചോദിച്ചത്? നിങ്ങളെ തോൽപ്പിക്കാൻ മുരളീധരൻ പോരാ എന്ന് പറഞ്ഞത് ശ്രീ N. ശ്രീകുമാറാണ്. കാരണം സുരേഷ് ഗോപിക്ക് വലിയ വ്യക്തിപ്രഭാവമുണ്ട്. അദ്ദേഹം 3-4 കൊല്ലം ഇവിടെ നിന്ന് പണിയെടുത്ത ആളാണ്. അതുകൊണ്ട് കോൺഗ്രസ് പഠിച്ചിരിക്കുന്നത് ഇതാണോ? എനിക്കറിയേണ്ടത് അത്രയേ ഉള്ളൂ.
കോൺഗ്രസ് മനസ്സിലാക്കിയത് ഇതാണോ? ലാലേ, പ്രിയപ്പെട്ട ഡോക്ടർ ലാൽ, റെജി ലൂക്കോസ് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി വാദിക്കാൻ വന്ന ഒരാളാണ്. താങ്കൾ വാദിക്കല്ലേ, ഞാൻ പറയാത്ത കാര്യം പറഞ്ഞു ഒന്നും പറയല്ലേ. കെ മുരളീധരൻ KPCCയുടെ മുൻ പ്രസിഡൻ്റാണെന്നും അദ്ദേഹം പ്രിയപ്പെട്ട നേതാവാണെന്നും അദ്ദേഹം പരാജയപ്പെട്ടതിലുണ്ടായ സങ്കടത്തിൻ്റെ ഭാഗമാണ് ഇന്ധനത്തെ തമ്മിൽ തല്ലെന്നും പറഞ്ഞത് ഈ ചാനലിൽ 10 മിനിറ്റ് മുമ്പാണ്. അതൊക്കെ ഒന്ന് കേട്ട് വീണ്ടും ചോദിക്കുന്നോടെ. ഞാൻ പറയുന്നത് നിങ്ങൾ എത്ര കൊണ്ടാലും പഠിക്കില്ല വെച്ചാൽ ഞാൻ എന്താ ചെയ്യുക? പിണറായി വിജയൻ പഠിക്കാത്തതുകൊണ്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പിണറായി വിജയൻ എന്തുകൊണ്ടാണ് എവിടെ പോയി 80,000 വോട്ട് കോൺഗ്രസിന്റെ? TN പ്രതാപൻ നേടിയ 80,000 വോട്ട് എവിടെ? മുരളീധരൻ എന്തുകൊണ്ട് ദയനീയമായി 3ാം സ്ഥാനത്തായി പോയി? അത് കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ട്. രഹസ്യമാക്കി വെച്ചാൽ മതിയോ? മുരളീധരനോടുകൂടി പറഞ്ഞു കൊടുക്കണ്ടേ? ആളുകൾക്ക് കേൾക്കണ്ടേ? BJPയെ തോൽപ്പിക്കാൻ BJPയെ ജയിപ്പിച്ചു വിടാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു പ്രോജക്റ്റ് ഇല്ലായിരുന്നു എന്ന് ഇനി പറയണ്ടേ? ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല, ഒരു ഇൻറ്റേർണൽ കാര്യമല്ല ഇത് ജനങ്ങൾ നോക്കുന്ന കാര്യമാണ്. BJPയെ ജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ഒന്നും വാങ്ങിയിട്ടില്ല, അവിടുത്തെ അണികൾ പറയുന്നത് പോലെ പണം വാങ്ങിയിട്ടില്ല എന്ന് പറയണ്ടേ? അത് തെളിയിക്കണ്ടേ? ലാൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതിന് ഞാൻ എന്ത് മറുപടി പറയാനാ? ഞാൻ പറഞ്ഞ 3 കാര്യം വ്യക്തമായിട്ട് ഒന്നുകൂടെ പറയാം. ഒന്ന്, തൃശ്ശൂരിൽ BJP ജയിച്ചിട്ടില്ല. ഇവിടെ ജയിച്ചത് സുരേഷ് ഗോപിയാണ്. നമ്പർ 2, ഇവിടെ മുരളീധരൻ പരാജയപ്പെട്ടത്. എന്തൊരു കഷ്ടമാണിത്, നിങ്ങൾ പറയാനും സമ്മതിക്കില്ല. BJP, എൻ്റെ സുഹൃത്തെ, BJPയുടെ വോട്ട്, നിങ്ങൾ BJPയുടെ വളർച്ച ഞാൻ പറഞ്ഞു പറയാൻ അനുവദിക്കാം. ആദ്യം 6 അസംബ്ലി മണ്ഡലങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകും, അതുവരെ ഒന്നും ഉണ്ടായിരിക്കും. 99 അസംബ്ലി മണ്ഡലങ്ങളിൽ 2021 LDFന് ഭൂരിപക്ഷം കിട്ടി. ഇപ്പോൾ ആ ഭൂരിപക്ഷം എല്ലാം പോയി. തൃശ്ശൂരിലെ 6 അസംബ്ലി മണ്ഡലങ്ങളിലെ BJPക്ക് മുൻതൂക്കം വന്നു എന്ന് വെച്ച് 6 BJP MLAമാരെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമോ? ഇല്ല. കാരണം BJP അല്ല വളർന്നത്, സുരേഷ് ഗോപിയുടെ വോട്ടാണ്. ഇപ്പോൾ മനസ്സിലായോ? പച്ചയായിട്ട് പറഞ്ഞപ്പോൾ മനസ്സിലായോ? പിന്നെ കെ മുരളീധരൻ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയപ്പെട്ടു. അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് പോയി. അദ്ദേഹത്തിന് 85,000-ൽ താഴെ വോട്ടുകൾ അദ്ദേഹത്തിന് പ്രതാപന് കിട്ടിയത് കാണാനില്ല. ശരി, കഴിഞ്ഞ 2021 1.5 ലക്ഷം വോട്ട് LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് എവിടെ പോയി എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാ സുനിൽകുമാറിൻ്റെ പാർട്ടി ഇന്ന് നിങ്ങളുടെ നേതാക്കളോട് പറയുന്നത്. തൃശ്ശൂരിലെ ഈ തെരഞ്ഞെടുപ്പിലെ 1.5 ലക്ഷം LDF വോട്ട് എവിടെ പോയി എന്ന് ചോദിക്കുകയാണ് CPI, ഞാനല്ല. അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ CPMന് പറ്റില്ല. കാരണം BJPയുടെ ബാന്ധവത്തെ കുറിച്ച് ഒരുപാട് കാര്യം UDF പറഞ്ഞിട്ടുണ്ട്. മുരളീധരൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രകടിപ്പിച്ച സംശയങ്ങൾക്കുള്ള മറുപടി അപ്പോൾ ഇത് എവിടെ നിന്നാണ് N. ശ്രീകുമാർ പഠിച്ചു വെച്ചത്? അത് അദ്ദേഹത്തിന് കോൺഗ്രസും പറഞ്ഞു കൊടുക്കുമെന്നല്ലേ അപ്പോൾ മനസ്സിലാക്കേണ്ടത്? കെ മുരളീധരൻ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 1, തൃശ്ശൂരിൽ ഇനി ആരും വഴക്കിടരുത്. 2, ഞാൻ തൽക്കാലത്തേക്ക് ഒരു പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. 3, ഞാൻ KPCCയുടെ മീറ്റിങ്ങിലൊന്നും പങ്കെടുക്കില്ല കുറച്ച് ദിവസത്തേക്ക്. 4, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാൻ പ്രവർത്തകർക്ക് വേണ്ടി രംഗത്തിറങ്ങും. 5, ഞാൻ കോൺഗ്രസിൽ തന്നെയാണ്. 6, ഞാൻ കോൺഗ്രസ് വിട്ടപ്പോൾ രൂപീകരിച്ചത് ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് ആണ്. ഇത്രയും കാര്യങ്ങൾ മുരളീധരൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരൻ മാറേണ്ടതില്ല. KPCCയുടെ നേതൃത്വത്തിൽ അപ്പോൾ ആരാണ് മാറേണ്ടത് എന്നുള്ളതിൽ അദ്ദേഹം ഒരു പേര് എടുത്തു പറഞ്ഞു, അത് സുധാകരൻ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് എന്ന ചോദ്യം അവിടെയുണ്ട്. അതുപോലെ ഈ പറയുന്ന തോൽവി, ദയനീയമായ തോൽവി എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതിന് താങ്കൾ പറഞ്ഞ മനസ്സിലാക്കലുകൾ എല്ലാവർക്കും ഉണ്ടോ എന്നും കൂടി അറിയേണ്ടതുണ്ട്. ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. 10 മിനിറ്റായിട്ടും താങ്കൾക്ക് ഈ പറഞ്ഞതുപോലെ എന്നെ പഠിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. 6 BJP MLAമാർ ഭാവിയിൽ ഉണ്ടാകുമോ എന്ന് താങ്കൾ ഇപ്പോൾ ചോദിച്ചതുപോലെ കേരളത്തിൽ 11 മണ്ഡലങ്ങളിൽ BJP മുമ്പിൽ എത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ BJP വരുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് താങ്കൾ തന്നെ മറുപടി കൊടുക്കേണ്ടതാണ്. ശ്രീ A. സജീവൻ, താങ്കൾക്ക് ഈ പറഞ്ഞ N. ശ്രീകുമാറിൻ്റെ ഈ വിശദീകരണം ബോധ്യപ്പെടുന്നുണ്ടോ? 2019 ഇതേ തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിച്ച ആളാണ് സുരേഷ് ഗോപി. അന്ന് അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയിരുന്നു എന്ന് നമുക്കറിയാം. 2019 ശേഷം ഈ 24-നിടയിൽ സുരേഷ് ഗോപി അത്ര ഗംഭീരമായിട്ടുള്ള സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. അദ്ദേഹം അഭിനയിച്ച സിനിമകൾ അത്ര വിജയിച്ചിട്ടുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കത്തി നിന്ന ചെറുപ്പത്തിലാണ് തിളച്ചു നിൽക്കുക എന്ന് പറയും.
പറയുന്നൊരു കാലമുണ്ടല്ലോ. ആ കാലത്താണല്ലോ ആളുകൾ ഈ സൂപ്പർ സ്റ്റാറിന് പിറകെ പോവുക. പ്രായമായിട്ട് ഒന്നിനും കൊള്ളാത്തൊരു അവസ്ഥയിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ആളുകൾ ഓടില്ലല്ലോ. അപ്പൊ അത് പോട്ടെ, ഇനി അതൊക്കെ സൂപ്പർ സ്റ്റാറിന്റെ വിജയമാണെന്ന്. ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാറുകളിൽ സുരേഷ് ഗോപി ഓടില്ലല്ലോ. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും മികച്ച സിനിമാ താരങ്ങളിൽ ഒരാളാണ് കമൽഹാസൻ. അദ്ദേഹം 2021 കോയമ്പത്തൂരിൽ മത്സരിച്ചു. കമൽഹാസന്റെ സിനിമകളോട് വളരെയധികം ആവേശവും ആദരവും ഒക്കെയുള്ള ആളുകളാണ് തമിഴ്നാട്ടിലെ ആളുകൾ. മലയാളികൾ അതേപോലെ തന്നെയാണ്. മലയാളികൾ ധാരാളമുള്ള സ്ഥലമാണ് കോയമ്പത്തൂർ. ധാരാളമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ വോട്ടർമാരായിട്ട് ധാരാളമുള്ള ആളുകളാണ് മലയാളികൾ. എന്നിട്ട് കമൽഹാസൻ പൊട്ടിയില്ലേ, പൊട്ടി തകർന്നില്ലേ? അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് അദ്ദേഹം അവിടെ ജയിച്ചില്ലല്ലോ. അപ്പൊ ഇത് BJP-യുടെ വിജയമല്ല, നേരെ മറിച്ച് സൂപ്പർ സ്റ്റാറിന്റെ വിജയമാണെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയേക്കാൾ എത്രയോ ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരാളാണ് കമൽഹാസൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ധാരണ അതാണ്, ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരാള് കോയമ്പത്തൂരിൽ 2021 പരാജയപ്പെട്ടു. ഇതേ സുരേഷ് ഗോപി കുറെ കൂടി തിളച്ചു നിൽക്കുന്ന, പ്രായം കുറഞ്ഞ സമയത്ത്, 5 വയസ്സ് കുറവുള്ള സമയത്ത്, കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ട് ആളുകൾ അറിയപ്പെട്ടിരുന്ന സമയത്ത് അദ്ദേഹം പരാജയപ്പെട്ട സ്ഥലമാണ് തൃശ്ശൂര്. ഇനി അതൊക്കെ പോട്ടെ. ഇപ്പൊ ഇവിടെ ശ്രീകുമാർ പറഞ്ഞ കാര്യങ്ങൾ, ഇവിടെ 6 മണ്ഡലങ്ങളിൽ സ്വാഭാവികമായിട്ടും നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിച്ചു. അവിടെയൊക്കെ ഇനി LDF-ന്റെ അല്ല BJP MLA-മാർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സമ്മതിച്ചു. അത് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് കിട്ടിയ വോട്ടായത് കൊണ്ടാണ് ആ വിജയം എന്നാണ് പറയുന്നത്. വട്ടിയൂർക്കാവ്, നേമം, ഈ രണ്ടും തൃശ്ശൂർ മണ്ഡലത്തിൽപ്പെടുന്ന സ്ഥലങ്ങളല്ല. അവിടെയൊക്കെ 1-ാം സ്ഥാനത്താണ്. ആറ്റിങ്ങല് 1-ാം സ്ഥാനത്താണ് BJP. ഇവിടെയൊക്കെ മത്സരിച്ചത് സിനിമാ താരങ്ങളാണോ എന്ന് എനിക്കറിയില്ല. രാജീവ് ചന്ദ്രശേഖരൻ സിനിമാ താരമാണ് എന്നോ വി മുരളീധരൻ സിനിമാ താരമാണ് എന്നോ അവർ അത്രയും വ്യക്തിപ്രഭാവമുള്ള ആളുകളാണ് എന്നോ എനിക്കറിയില്ല. എന്നിട്ടും അവിടെ BJP 1-ാം സ്ഥാനത്തെത്തി. അതായത് BJP 1-ാം സ്ഥാനത്തെത്തി എന്ന് പറഞ്ഞാൽ BJP-ക്ക് അല്ലെങ്കിൽ അവിടെയുള്ള രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയ ഈ മണ്ഡലങ്ങൾ വട്ടിയൂർക്കാവിലും നേമത്തും ഒക്കെ വോട്ട് കൂടുതൽ 1-ാം സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞാൽ, ആറ്റിങ്ങൽ വി മുരളീധരന് വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം BJP-ക്ക് വോട്ട് അവിടെ കൂടി എന്നുള്ളതാണ്. അല്ല മുരളീധരനായതിനെ കൊണ്ട് വോട്ട് കിട്ടിയല്ല. ആലപ്പുഴയിൽ ഗംഭീരമായിട്ടുള്ള പ്രകടനം അവിടെ ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചു. അതിനർത്ഥം ശോഭാ സുരേന്ദ്രൻ സിനിമാ താരമായതുകൊണ്ടല്ല, BJP-ക്ക് കിട്ടിയ വോട്ടാണ്. ഇവിടെയും BJP-ക്കാർ സമ്മതിക്കുമോ? ഇത് ഇവിടെ തൃശ്ശൂരിലെ വിജയം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ വിജയമാണ്, ഞങ്ങൾ അവിടെ കാഴ്ചക്കാരായിട്ട് നിൽക്കായിരുന്നു, ഒരു ചിഹ്നം കൊടുത്തു, അദ്ദേഹം ജയിച്ചു എന്ന് പറയൂ? അപ്പൊ ഇത് വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ BJP-ക്കാര് മത്സരിച്ചിട്ടും അവിടെ UDF-ന്റെ ആളുകൾ ജയിച്ചത്, അതിന്റെ അർത്ഥം ഇതൊക്കെ വേറെ കാര്യമുള്ള. ഇതേപോലെ കൃഷ്ണകുമാറിനെ പോലുള്ള ആളുകളൊക്കെ മത്സരിച്ച് അവിടെ തോറ്റ സ്ഥലമല്ലേ ഇത്? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു സ്ഥലം സിനിമാ താരം എന്നുള്ളതല്ല ഇത് പ്രശ്നം. BJP-ക്ക് അവിടെ വോട്ട് കിട്ടി എന്നുള്ളതാണ്. BJP-യുടെ വോട്ട് കിട്ടുമ്പോൾ എവിടെ നിന്ന് പോയി? മറ്റു പല സ്ഥലങ്ങളിലും LDF വോട്ടാണ് പോയിട്ടുള്ളത്. ആക്കി LDF-ന്റെ വോട്ട് പോയത് യാഥാർത്ഥ്യമായ കാര്യമാണ്. അവിടെ എന്ത് കുറഞ്ഞു എന്നുള്ള കാര്യം, വടകര പോലുള്ള സ്ഥലത്ത് LDF-ന്റെ വോട്ട് നന്നായിട്ട് കുറഞ്ഞു, കൂത്തുപറമ്പിൽ പോലും കുറഞ്ഞു. അതവർ പഠിക്കേണ്ട കാര്യമാണ്. അതേപോലെ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ സുനിൽകുമാർ കിട്ടി എന്നുള്ളപ്പോ റെജി പറഞ്ഞില്ലേ, അത് കിട്ടിയ യാഥാർത്ഥ്യമാണല്ലോ. മുരളീധരന് കഴിഞ്ഞ തവണ പ്രതാപന് കിട്ടിയ വോട്ടിനേക്കാൾ എത്രയോ കുറഞ്ഞു. ആ കുറവ് എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളത് ചിന്തിക്കുമ്പോ അത് ഈ ഇദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് കിട്ടിയതാണ്, അല്ലെങ്കിൽ താരമായത് കൊണ്ട് കിട്ടിയതാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിലെ ആളുകൾ മാത്രം താരത്തിന് പിറകെ പോകുന്നത്? അവർക്ക് മാത്രമാണോ ഈ ഫാൻ എന്താണ് സുരേഷ് ഗോപി ഫാൻസ്? ഇവര് മാത്രം, കോൺഗ്രസ്സുകാർ മാത്രമാണോ? അപ്പം സുരേഷ് ഗോപിക്ക് പിന്നാലെ പോകുന്ന ആളുകളാണ് കോൺഗ്രസ്സുകാരെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു 10-20 സിനിമാ താരങ്ങളെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പറഞ്ഞ 18 കിട്ടില്ലല്ലോ. ഇത് പഠിച്ചു കണ്ടെത്തിയതാണ്. ഇനിയിപ്പോൾ പഠിക്കൊന്നും വേണ്ട, ഇത് മതിയെന്നാണ് എൻ ശ്രീകുമാർ പറഞ്ഞത്. ഞാൻ വരാം ശ്രീ സജീവൻ. റെജി ലൂക്കോസ്, അപ്പോൾ ശ്രീ എ സജീവൻ പറഞ്ഞതിൽ നിന്നൊരു തുടർച്ചയായിട്ട് താങ്കളും കൂടെ ഒന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇടവേളയിലേക്ക് പോകാം. ഇതിപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നതെന്നുള്ളത് താങ്കൾ കേട്ടല്ലോ. പഠിക്കുന്നത് കാര്യങ്ങൾ ഇനി കൂടുതലൊന്നും കണ്ടെത്താനൊന്നുമില്ല എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് കാണേണ്ടത്?
അല്ല, ബഹുമാനപ്പെട്ട സജീവൻ സാറ് പറഞ്ഞതിന് തുടർച്ചയായിട്ട് തന്നെ എനിക്കും പറയാൻ ആഗ്രഹമുള്ളൂ. സാറ് നല്ല കൃത്യമായിട്ട് നിരീക്ഷിച്ചു. ഇപ്പോൾ ഇവിടെ ശ്രീകുമാർ സാറിനോട് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇവിടെ ശ്രീകുമാർ സാറ് പറഞ്ഞില്ലേ 1.25 ലക്ഷം വോട്ട് ഇടതുപക്ഷത്തിന് പോയിരുന്നു. സാറിനെ കണക്ക് ഇവിടെ നിന്ന് അവതരിപ്പിക്കാമോ? സാറ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി LDFിൻ്റെ സ്ഥാനാർത്ഥി അവിടെ പിടിച്ചത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ വോട്ടാണ് പിടിച്ചത്. അവിടെ ഇടതുപക്ഷത്തിൻ്റെ അടുത്തേക്ക് ഒരു നേരിയ ഒരു ഇളക്കം പോലും സംഭവിച്ചിട്ടില്ല. നിങ്ങളുടെ വോട്ട് അവിടെ പോയി, അത് മാത്രം പറയൂ. പ്രതാപൻ 2019 നേടിയ 85,000 വോട്ട് കുറവാണ്. അത് പുതിയ വോട്ടർമാരെ മാറ്റി നിർത്തിയാൽ പോലും പിന്നെ എവിടെ നിങ്ങളുടെ വോട്ട് പോയി? അതുകൊണ്ടാണ് ശ്രീകുമാർ സാറിൻ്റെ നിസ്സഹായാവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞത് ഇന്നലത്തെ കൂട്ടയടിയെക്കുറിച്ചും ഈ പരാജയത്തെക്കുറിച്ചും ചർച്ച ചെയ്യണ്ടെന്ന് പറഞ്ഞു. കാരണം അവർക്ക് മുൻകൂട്ടി അറിയാം ആരാ ജയിക്കാൻ പോണേ, എന്തായിരുന്നു അഡ്ജസ്റ്റ്മെന്റ്, ഏത് രീതിയിലായിരിക്കണം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു വിടേണ്ടത് എന്ന് പറഞ്ഞു. അദ്ദേഹം ഇവിടെ പറഞ്ഞ് വേറൊരു നിരീക്ഷണം എന്നെ അത്ഭുതപ്പെടുത്തുക. സുരേഷ് ഗോപിയുടെ വിജയമാണ് BJPയുടെ വിജയം അല്ലാതെ അദ്ദേഹം പറയുന്നു. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമല്ലേ കോൺഗ്രസ്സുകാർ വോട്ട് കൊടുത്ത് സഹായിച്ചെന്നുള്ളവരും? അത് വളരെ വ്യക്തമല്ലേ? കേരളത്തിൽ എവിടെയല്ലേ ഇപ്പം അവിടെ കൊല്ലത്തൊരു ഒരു ആർട്ടിസ്റ്റ് മത്സരിച്ചില്ലേ, അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ? ഇനി അത് കൂടാണ്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വയനാട്ടിൽ മത്സരിച്ചില്ലേ, കെട്ടിവെച്ച കാശ് പോയില്ലേ? അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് ഇതിനെ അനലൈസ് ചെയ്യുന്നത്? ഈ പ്രേക്ഷകർ ഇപ്പം ഈ കൈരളിയുടെ ചർച്ച കാണുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായി സാറ് ഇനി അതിനെ ഏതെല്ലാം രീതിയിലായിരിച്ചാലും കോൺഗ്രസിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണെന്നും അത് സുരേഷ് ഗോപിയുടെ വ്യക്തിത്വമാണെന്നും സാറ് പറഞ്ഞതിൽ ശ്രീ റെജി ലൂക്കോസ് ഇത് മുരളീധരൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി പഠിക്കാതെ കാര്യങ്ങൾ ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് അങ്ങ് മുന്നോട്ട് പോയാൽ മതി, വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം കൊടുത്താൽ മതി എന്ന് മുരളീധരൻ അംഗീകരിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ നിൽക്കുമോ? ഇതിങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ റെജി ലൂക്കോസ്? ഇതിന്റെ അനുരണങ്ങൾ വളരെ ഭയങ്കരമായിരിക്കും. ഈ പറയുന്ന വയനാട്ടിലൊന്നും മുരളീധരന് സീറ്റ് കൊടുക്കത്തില്ല. ഒക്കെ താൽക്കാലികമായിട്ട് സുധാകരൻ പറഞ്ഞു, ആരും ഓൺ ചെയ്തില്ല, അതായത് വ്യക്തിപരമായിട്ട് പറയണമെന്ന് പറഞ്ഞത്. അവിടെ ചിലപ്പോൾ പ്രിയങ്ക ഗാന്ധി ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു കാര്യം കൂടെ ഇതിനകത്ത് പറയണം. അതായത് വയനാട്ടിലെ വോട്ടെടുപ്പ് വരെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം ഇവർ ഒളിച്ചു വെച്ചു. ആരുടെ രാഹുൽ ഗാന്ധിയുടെ. എന്തിനാ? വയനാട്ടിൽ നിന്ന് മാക്സിമം വോട്ട് കിട്ടാൻ. അത് നേരത്തെ വന്നിരുന്നെങ്കിൽ വയനാട്ടുകാർ തോപ്പിച്ചേനെ. അവിടെ ഇപ്പോൾ 1 ലക്ഷം വോട്ട് കുറച്ചാണ് വിട്ടിരിക്കുന്നത്. ഇപ്പോൾ വയനാട്ടിനെ അനാഥമാക്കിയിരിക്കുന്നു. അവിടെ മുരളീധരനെ ഒന്നും അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ യാതൊരു സംശയമില്ല. മുരളീധരൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിന്റെ അദ്ദേഹത്തിനെ ഒതുക്കി. അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം അദ്ദേഹത്തിന് ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. വടകരയിൽ നിന്ന് അദ്ദേഹത്തിന് ഇവിടെ പറിച്ചു നട്ടത് ഇത്രയും വോട്ട് ദാനം ചെയ്യാനാണ്. ഞാൻ അതിനാ പറഞ്ഞത്, യൂദാസ് ക്രിസ്തുവിനെ മുത്തം കൊടുത്തതുപോലെ മുരളീധരനെ പരസ്യമായിട്ട് മുത്തം കൊടുത്തവർ അദ്ദേഹത്തിന് പണിയുമായിരുന്നു. പച്ചമലയാള ഭാഷ പറഞ്ഞാൽ അദ്ദേഹത്തിന് തോപ്പിക്കുമായിരുന്നു. നിങ്ങളതിന് ഇടതുപക്ഷത്തിനൊന്നും പറയണ്ട, ഞങ്ങളുടെ വോട്ടിന് ഒരു ചാഞ്ചല്യം പോലും അവിടെ കൂടുതൽ വോട്ട് പിടിച്ചു. ഇനി വ്യക്തിപ്രഭാവത്തേക്ക് ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങൾക്കറിയോ സുനിൽകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ആരാണെന്ന് പറയാം? 5 വർഷം മന്ത്രിയായിരുന്നു, 10 വർഷം MLA ആയിരുന്നു, 10 അല്ല 15 വർഷമാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വിളിപ്പുറത്താണ്. അദ്ദേഹത്തിനെ കുറിച്ച് ആരോപണമില്ല. ഒരു താരമാണ്. നിങ്ങൾ ഈ പറയുന്നേക്കാളും ഈ തൃശ്ശൂർക്കാരുടെ മനസ്സിൽ ഒരു സഹോദരനെ പോലുള്ള സ്നേഹ. ആ മനുഷ്യനെ തോപ്പിച്ചത് ഈ BJPയുടെ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിപ്രഭാവം ഉണ്ടെന്ന് ന്യായീകരണം പറഞ്ഞ ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് നിങ്ങൾ വോട്ട് ദാനം ചെയ്തു. അതിന്റെ പിന്നിലെ അഡ്ജസ്റ്റ്മെന്റ് എന്നാണ്? അത് പൈസ വാങ്ങിച്ചിട്ടാണോ? അത് മുരളീധരനെ മൂലക്കിരുത്താനാണോ? അതിന്റെ പ്രതിഫലമാണ് ഇന്നലെ നടന്ന കൂട്ടയടി. 1.5 മണിക്കൂർ നീണ്ട കൂട്ടയടി. കൊലപാതകം ഉണ്ടാകുന്ന മഹാഭാഗ്യം. തൃശ്ശൂർ അതിന് മടിക്കാത്ത കോൺഗ്രസ്സുകാരുണ്ട്. ഇതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ഇതിന് ഫലപ്രദമായ മറുപടി പറയാൻ ശ്രീകുമാർ സാധിക്കുമോ? ഈ മറുപടി ശ്രീ N. ശ്രീകുമാർ പറഞ്ഞാലും ഇല്ലെങ്കിലും കോൺഗ്രസ് പഠിച്ച് ജനങ്ങളോട് പറയേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു വോട്ട് ദാനം നടന്നിട്ടുണ്ടോ? മുരളീധരനെ ചതിക്കുകയായിരുന്നോ? ഇതിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പങ്കെന്താണ്? എന്തെങ്കിലും കൊടുത്ത് കോൺഗ്രസിൽ ഏതെങ്കിലും സ്ഥാനം കൊടുത്ത് മുരളീധരനെ ഒതുക്കിയാൽ പ്രശ്നം തീരുമോ? മുരളീധരൻ പഴയതുപോലെ അതിന് നിന്നു കൊടുക്കുമോ? ചർച്ചയുടെ അവസാന ഘട്ടം 2 മിനിറ്റ് വീതമാണ്. ശ്രീ N. ശ്രീകുമാർ, കുറേ കാര്യങ്ങളുണ്ട്. വോട്ട് ദാനം ഒരു വലിയ പ്രശ്നമായി വരികയാണ്. അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കുറേ പറഞ്ഞിട്ടുണ്ട് റെജി ലൂക്കോസ്. വേണുഗോപാൽ, VD സതീശൻ ഗ്രൂപ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, തൃശ്ശൂരിലെ അഡ്ജസ്റ്റ്മെൻറ്റ്, രാജസ്ഥാനിലെ അഡ്ജസ്റ്റ്മെൻറ്റ്, പാലക്കാട് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. പെട്ടെന്നൊരു മറുപടി. 18 മണ്ഡലങ്ങളിൽ UDF ജയിച്ച ശേഷം K. സുധാകരനും VD സതീശനും മാന്യമായിട്ട് പത്രലേഖകരോട് പറഞ്ഞു കാരണങ്ങൾ. ഒരു മണ്ഡലത്തിൽ കഷ്ടിച്ച് ജയിച്ച മുഖ്യമന്ത്രിയോട് ഡൽഹിയിൽ നിന്ന് പത്രലേഖകർ ചോദിച്ചു, അദ്ദേഹം എന്താ ചൂടുണ്ടോന്നോ തണുപ്പുണ്ടോന്നൊക്കെ ചോദിച്ചു പോയി. ഉത്തരം പറയാനില്ല. അവിടെ പോളിറ്റ് ബ്യൂറോയിൽ പങ്കെടുക്കുമ്പോൾ മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കും, 3-4 CPM MPമാർ പാർലമെൻറ്റിലുണ്ട്, കോൺഗ്രസ് പിന്തുണയോടെയാണ് അവർ വന്നതെന്ന്. അത് കേട്ടിരിക്കേണ്ടി വരും നമ്മുടെ മുഖ്യമന്ത്രിക്ക്. പിന്നെ 2019-ലും 2021-ലും സജീവ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിച്ചു, 2021-ലും മത്സരിച്ചു.
ആ സുരേഷ് ഗോപി എന്ന ചലച്ചിത്ര താരത്തിൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ചാണ് ഞാൻ വിലയിരുത്തിയത്. അത് CPM വിലയിരുത്തിയിട്ടുണ്ട്, CPIയും വിലയിരുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവരോട് ചോദിച്ചു വേണമെങ്കിൽ മനസ്സിലാക്കാം. പിന്നെ ഒരു ചാനൽ ചർച്ചയിൽ ഒരാൾ അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം വളച്ചൊടിച്ച് പിന്നെ അവതരിപ്പിക്കരുത്. അത് വളരെ മോശമാണ്. അത് എന്തായാലും ഈ കൈരളി ചാനൽ കേട്ട എൻ്റെ സുഹൃത്തുക്കൾ ഇത് യൂട്യൂബിലെടുത്ത് ഒന്നുകൂടെ കാണണമെന്ന് ഞാൻ വിനീതമായിട്ട് അവരോട് അഭ്യർത്ഥിക്കുകയാണ്. അവർക്ക് എല്ലാ കാര്യം മനസ്സിലാവും. പിന്നെ മറ്റൊരു കാര്യം, കേരളത്തിൽ കാലുവാരി തോൽപ്പിച്ച പ്രശസ്തമായൊരു തോൽവിയേ ഉള്ളൂ. അത് VS അച്യുതാനന്ദനെ മാരാരിക്കുളത്താണ് CPM തോൽപ്പിച്ചത്. അതിന് അച്ചടക്ക നടപടി എടുത്തു പളനിക്കെതിരെ. അച്യുതാനന്ദനെ ഇന്നിപ്പോൾ അദ്ദേഹം ഉണ്ട്, പളനി അദ്ദേഹം ഇല്ലാന്ന് തോന്നുന്നു. ഇതാണ്. പിന്നെ ഈ വടകരയിൽ എന്തൊക്കെയാണ് നമ്മളതൊക്കെ ചർച്ച ചെയ്യണോ ഡോക്ടർ ലാലെ? വടകര ചർച്ച ചെയ്യണോ? CPMന്റെ വോട്ടുകളൊക്കെ എവിടെ പോയി? മണ്ഡലങ്ങൾ എവിടെ പോയി? എന്നിട്ട് കോൺഗ്രസിന് തൃശ്ശൂരിലെ പിതാവിനാണ് അത് നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ അദ്ദേഹം. അല്ല മുരളീധരൻ്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഭൂതകാലമല്ല ചർച്ച ചെയ്യേണ്ട, വർത്തമാനകാലം ചർച്ച ചെയ്യൂ. ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഒരു പ്രശസ്തമായ കാലുവാരൽ തോൽവി ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഇവിടെ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ CPMന്റെ സ്ഥാനാർത്ഥികളെല്ലാവരും തോറ്റു. ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് തോറ്റത്. അത് പഠിക്കൂ എന്ന് പറയുന്നവരെ അപഹസിക്കാതെ പഠിക്കാൻ ശ്രമിക്കുക. തൃശ്ശൂരിലത്തെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. അത് വളരെ വ്യക്തമാണ്. അത് ഇനിയും ഞാൻ പറയാം. തിരുത്തും അവർക്ക് അല്ല. CPM പറഞ്ഞിട്ടില്ല. പറഞ്ഞു ഇല്ലില്ല. CPMന് പഠിക്കാനൊന്നുമില്ല. CPMന് പഠിക്കാനൊന്നുമില്ല. ഇവിടെ CPI അല്ലല്ല, ഗോവിന്ദ മാഷ് പറയാൻ എന്താണല്ലേ? 19 മണ്ഡലങ്ങളിൽ തോറ്റിട്ട് എന്ത് മണ്ണാങ്കട്ട പറയാനാ? എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടല്ല കാര്യമുണ്ടോ? CPMനൊന്നും പഠിക്കാനൊന്നുമില്ല. ജനം വോട്ട് ചെയ്തില്ല. ജനം നിങ്ങൾക്ക് ശരിയാവോ? അവർ പഠിച്ചോട്ടെ. അവർ പഠിച്ചിട്ട് നമ്മൾ എന്താണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. ഞാൻ താങ്കൾക്ക് വരാൻ സമയം എനിക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്തായാലും ശ്രീ സജീവൻ ഇത്ര ലളിതമാണോ? ശ്രീമാർ പറയുന്നത് പോലെ അങ്ങനെ പഠിക്കാനൊന്നും ഇല്ലാത്തൊരു കാര്യമാണോ? പഠിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും എന്തിനാണ് അദ്ദേഹം ഇത്ര ഹാലിളകുന്നത്? അദ്ദേഹത്തിന് കെ മുരളീധരനെ പിന്നാലെ നടന്നിട്ട് തോൽപ്പിക്കുന്ന ഒരു രീതി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണല്ലോ. അദ്ദേഹം മന്ത്രിയായിരിക്കെ വളരെ കുറഞ്ഞ കാലത്താണ് അദ്ദേഹത്തിന് മന്ത്രിയായിരിക്കാൻ പറ്റിയത്. MLA അല്ല അന്ന്. ആ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് എതിർ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഒന്നല്ലല്ലോ. എന്നിട്ട് അദ്ദേഹത്തെ തോൽപ്പിച്ചു. സിറ്റിംഗ് സീറ്റ്, കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം കൊടുവള്ളിയിൽ മത്സരിച്ച് അദ്ദേഹം തോറ്റു. താങ്കൾക്ക് നേരത്തെ പറഞ്ഞ പിന്നിൽ നിന്ന് കുത്തലുണ്ടല്ലോ, അത് കൃത്യമായിട്ടും പറഞ്ഞ കൊടുവള്ളിയിൽ തോറ്റപ്പോൾ മുരളീധരൻ ആവർത്തിച്ച് പറഞ്ഞു, എന്നെ പിറകിൽ നിന്ന് കുത്തി തോൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞു. ഇത് മുരളീധരന്റെ അനുഭവങ്ങളാണ്. ഇപ്പൊ മുരളീധരനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. അദ്ദേഹം ഇക്കാരണം കൊണ്ടൊക്കെ പിന്നാലെ നടന്ന് ആളുകൾ തോൽപ്പിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം ഇവിടുന്ന് മാറിപ്പോയിട്ട് കോൺഗ്രസ് വിട്ടുപോയത്. അല്ലാതെ ഇന്ദിരാഗാന്ധിയുടെ പേരിൽ പാർട്ടി രൂപീകരിക്കണമെന്നുള്ള പ്രത്യേക താല്പര്യം കൊണ്ടൊന്നും ആയിരുന്നില്ല. യെസ്, ശ്രീ റിജി ലൂക്കോസ്, അപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഇത് കേരളത്തിലേക്ക് മുഴുവൻ വ്യാപിക്കാൻ പോകുന്ന പ്രശ്നങ്ങളുടെ തുടക്കമായിട്ടാണ് താങ്കൾ നേരത്തെ നിരീക്ഷിച്ചത്. പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല, പഠിക്കാൻ പോകുന്നില്ല, പഠിക്കേണ്ടതില്ല, വേണമെങ്കിൽ CPMനെ പഠിപ്പിച്ചു കൊടുക്കാം എന്നാണ് ശ്രീ N. ശ്രീകുമാർ പറയുന്നത്. തീർച്ചയായിട്ടും. അതായത് CPM പിന്നെ തിരുത്തും ആവശ്യമുണ്ടെങ്കിൽ ആ തിരുത്തൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ശ്രീകുമാർ സാർ പറഞ്ഞത്. ശ്രീകുമാർ സാർ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് കയറണം. അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ കാലങ്ങളായിട്ട് തന്നെ പിന്നെ തിരുത്തേണ്ടതിനെ തിരുത്തി പരസ്യമായ രീതിയിൽ പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രശ്നമാണ് CPM എന്ന് പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള എങ്ങനെ നിങ്ങൾ തിരുത്താൻ സമ്മതിക്കും? ഞാൻ ചോദിക്കട്ടെ, മുതിർന്ന നേതാവാണ് കെ മുരളീധരൻ. നിങ്ങളിങ്ങനെ വട്ട് തട്ടുമല്ലോ. അത് ദേശാടന പക്ഷി പോലെ നിങ്ങൾ കേരളത്തിൽ ഇനി അദ്ദേഹത്തിന് മത്സരിപ്പിക്കാത്ത ജില്ല ഏതാവുള്ള ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹത്തിന് എവിടെ നിർത്താൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് വട്ട് തട്ടുമല്ലോ. ഇത്രയും നല്ല നേതാവ് തന്നെ പിന്നിൽ കുത്തിയാണ് വി വി രാഘവൻ അന്ന് ഇദ്ദേഹത്തിനെ തോൽപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെ, എൻ്റെ പാർട്ടിക്കാർ എന്നെ പിന്നിൽ കുത്തി എന്നാണ് പറഞ്ഞത്. കെ കരുണാകരൻ പറഞ്ഞത്. ആ പിന്നിൽ നിന്ന് കുത്തിയ നിങ്ങളെ എങ്ങനെയാണ് ഇനി ജനം വിശ്വസിക്കുന്നത്? നിങ്ങൾ തൃശ്ശൂർ ചെയ്തത് വലിയ പാതകമാണ്. യഥാർത്ഥത്തിൽ തൃശ്ശൂർ സംഭവിച്ചെന്താണ്? ഈ ചർച്ചയിലൂടെ തന്നെ അത് ഉരുത്തിരിഞ്ഞു വന്നു. ശ്രീകുമാർ സാർ എന്നെ ആരും ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, അങ്ങനെ ചെയ്തില്ല. സജീവ് സാറും ചെയ്തിട്ടില്ല, ഞാനും ശ്രമിച്ചിട്ടില്ല. സാറിൻ്റെ വായിൽ നിന്ന് വന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഇതിനകത്ത് കോട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് അവിടെ കോൺഗ്രസ് തോക്കാനുള്ള കാരണം അത് നിങ്ങളുടെ വോട്ട് കൊടുത്തുകൊണ്ടാണ്. നിങ്ങളെ 85,000 വോട്ട് പ്ലസ് പുതിയ വോട്ടർമാരുടെ വോട്ട് എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് സാറ് മറുപടി പറഞ്ഞില്ല. അത് മറുപടി പറയണ്ടേ? സുരേഷ് ഗോപിക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങി ഒന്ന് വോട്ട് ചെയ്താണോ? അല്ല.
അത് കൃത്യം, ആ കണക്ക് വളരെ കൃത്യമാണ്. നിങ്ങൾ ഇതുപോലെ തന്നെയാണ് കേരളത്തിലെ പല സ്ഥലങ്ങളിൽ ഈ ഒറ്റുകാരുടെ രാഷ്ട്രീയം ഇരിക്കുന്നത്. ഞാനതാ പറഞ്ഞ, ദേശീയ തലത്തിൽ പോലും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നപ്പോൾ കേരളത്തിൽ BJP സഹായിക്കുന്ന നിലപാടെടുത്ത് നിങ്ങളുടെ നേതാക്കന്മാർ കാലത്തിനോട് മറുപടി കേരളത്തിൽ ജനങ്ങളോട് പറയേണ്ടവരും ഒരു തർക്കമില്ല കാര്യം. നിങ്ങൾ തമ്മിലെടുത്ത് തുടർന്നാൽ നിങ്ങൾ സംശയിക്കേണ്ട, ഞങ്ങൾ 2019 ശിക്ഷ ഏറ്റുവാങ്ങിയെങ്കിലും 2021 ഈ പറയുന്ന കേരളം കേട്ട ഏറ്റവും വലിയ അഴിമതി ആരോപണങ്ങളും മറ്റു ആരോപണങ്ങളും ഈ ചർവിത ചരണം പോലെ വന്നു പറഞ്ഞിട്ടും 2021 9 സീറ്റ് അധികം കേരളത്തിലെ ജനങ്ങൾ. ശരി, അപ്പൊ പഠിച്ചു മുന്നേറിയാൽ കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുമെന്നതിന്റെ തെളിവാണ് 2021 സംഭവിച്ചത്. അതാണ് റെജി ലൂക്കോസ് പറയുന്നത്. പക്ഷേ ഒന്നും പഠിക്കേണ്ടതില്ല, ഈ കാര്യത്തിൽ ഒന്നും തന്നെ ഇനി കോൺഗ്രസിന് മനസ്സിലാക്കാനില്ല എന്നൊരു വാദവുമായി മുന്നോട്ട് പോയാൽ അത് കെ മുരളീധരൻ അംഗീകരിക്കുമോ? എന്തായാലും ജോസ് വള്ളൂർ DCC പ്രസിഡന്റ് ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ട്. അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു. KC വേണുഗോപാലിനെയും അദ്ദേഹം അല്പസമയത്തിനകം കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ എന്തിലേക്കാണ് പോകുന്നത്? ഇതുകൊണ്ടൊക്കെ കോൺഗ്രസിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനാകുമോ? മുരളീധരനെ തണുപ്പിക്കാനാകുമോ? തൃശ്ശൂരിലെ പ്രശ്നങ്ങൾ കുറയുമോ? അതോ പുതിയ ചോദ്യങ്ങൾ ഉയരുകയാണോ? BJPയുടെ വിജയത്തിന് കോൺഗ്രസ് നേതൃത്വത്തിന് എത്രമാത്രം പങ്കുണ്ട്? അതാണ് ഇനി കേരളത്തിന് അറിയേണ്ടത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ N. ശ്രീകുമാർ, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ A. സജീവൻ. ന്യൂസ് അവസാനിക്കുന്നു.